അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് 6 കോടികളിൽ പരം വരുന്ന സൃഷ്ടിജാലങ്ങളെ ഈ ലോകത്ത് സൃഷ്ടിച്ചു. എന്നാൽ ഈ 6 കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് കേവലം 8 ലക്ഷം സൃഷ്ടികളെ മാത്രമാണ് മനുഷ്യൻ അവന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയത്. ബാക്കിയുള്ള 5,92,00,000 പരം വരുന്ന സൃഷ്ടിജാലങ്ങളെ മനുഷ്യൻ അവന്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവന്റെ കണ്ണുകൊണ്ട് ഇന്നേ വരെ കണ്ടിട്ട് പോലുമില്ല. മനസ്സിലാന്നല്ലേ പറയുന്നത്? അർത്ഥമല്ലേ? എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടി വൈഭവം കൊണ്ട് സൃഷ്ടിച്ച കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി ആരായെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു തീനിലൂടെ വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യ സൃഷ്ടിയ ഈ മനുഷ്യനാകുന്ന സൃഷ്ടിയെ ഒരു സൃഷ്ടിക്കും ബുദ്ധി വൈഭവം കൊണ്ടോ സൃഷ്ടി വൈഭവം കൊണ്ടോ തോൽപ്പിക്കാൻ കഴിയില്ല. മനുഷ്യൻ പരിപൂർണരിൽ വെച്ച് പരിപൂർണനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടി ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും തന്നെയാണ്. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്തേക്ക് പടച്ചത് എന്തിനാ? അല്ലാഹു മനുഷ്യനെ പടച്ചതിന്. നമ്മളാണ് ഏറ്റവും വലിയ ഉത്തമ സൃഷ്ടികൾ, നമ്മളാണ് ഏറ്റവും ഉത്കൃഷ്ടർ. എന്നാൽ ഈ ഉത്കൃഷ്ടരായ എന്നെയും നിങ്ങളെയും പടച്ചത് എന്തിനാ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരായത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. കത്തിയാളുന്ന ഭയാനകരമായ ഭീഭത്സമായ നരകാഗ്നിയിൽ ചുട്ടരിക്കുന്ന വിറക് കട്ടികളാക്കാൻ വേണ്ടിയാണ് മനുഷ്യനല്ല പടച്ചത്. നമ്മുടെ ദുനിയാവിൽ ഭയങ്കര ആളാണ്, പക്ഷേ നമ്മളല്ല പടച്ചത് നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകളാക്കാൻ വേണ്ടിയാ. അപ്പൊ മനുഷ്യനല്ല പടച്ചത് നരകത്തിനാ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോഴും ആ റമളാൻ കിട്ടാൻ വേണ്ടി തന്നെ പരിശുദ്ധമായ ഇനി 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ദ്വാരക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ ഞങ്ങൾക്ക് റമളാൻ കിട്ടണോ, റമളാൻ കിട്ടണോ. എന്തിന്? സാപ്പാട് കഴിക്കാനാ, ഫുഡ് അടിക്കാനാ? നോമ്പടിക്കാതെ വന്നിട്ട് നോമ്പ് തുറന്നതിന്റെ സമയത്ത് നല്ല സാപ്പാട് അടിക്കാനാ? അല്ല. ആ വിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പാപമോചനത്തിന്റെ മാസമാ. ആ വിശുദ്ധ റമളാനിലും ഒരു 10 ദിവസങ്ങളുണ്ട്. എണ്ണിയാലൊതുങ്ങാത്ത ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയും പെരുമയും ഒരുപാട് മഹത്വങ്ങളുള്ള 10 ദിവസം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ വർഷത്തിൽ 360 ദിവസങ്ങളിൽ അല്ലാഹു തിരഞ്ഞെടുത്ത 10 ദിവസങ്ങൾ, ഒരു 30 ദിവസങ്ങളെ തിരഞ്ഞെടുക്കുമ്പോ ആ 30 ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10. ആ റമളാനിന്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ശുദ്ധിയോടുകൂടെ അവന്റെ ഇബാദത്തിന്റെയും ആരാധനകളുടെയും തറാവീഹ് നമസ്കാരത്തിന്റെയും സുന്നത്ത് നമസ്കാരങ്ങളുടെയും ഫർദ് നമസ്കാരങ്ങളുടെയും എന്തിനേറെ ഓരോ ഇബാദത്തിന്റെയും പിന്നാമ്പുറത്ത് ഒരു ദുആ ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് അറിയാ ദുആ? നിന്റെ ബിസിനസ് തകർന്നതിന് വേണ്ടിയല്ല, പ്രവാസ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനല്ല, ബുദ്ധിമുട്ടുകൾ തീരാനല്ല, ഭാര്യയുടെ രോഗങ്ങൾ മാറിക്കിട്ടാനല്ല, മക്കൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനല്ല, അല്ലെങ്കിൽ നിന്റെ സാമ്പത്തികമായ നഷ്ടത്തിനോ പ്രയാസങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ നിന്റെ കടബാധ്യതകൾ തീരാൻ വേണ്ടിയല്ല. ഒരൊറ്റ ദുആ, ചോദിക്കേണ്ട ദുആ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലേ? ദ്വാരക്കരില്ലേ? റമളാനിന്റെ അവസാനത്തെ 10 എപ്പോൾ നോക്കിയാൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ അഅ്തിഖ്നി മിനന്നാർ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. ഒരാൾ പറയുന്നേ, അല്ലാഹ് എന്നെ നീ ജയിലിൽ നിന്ന് മോചിപ്പിക്കണോ. ഇവിടെ നിന്നിട്ട് ഞാൻ പറയുന്നത്, അല്ലാഹ് എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണോ. അതിന്റെ അർത്ഥം എന്ത്? എനിക്ക് വട്ടെന്ന് വിചാരിക്കും, ഭ്രാന്തരിയാണ്. ജയിലിലുള്ള ആളല്ലേ പറയാ ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനോട് പറയാണ്, പടച്ചവനെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു മനുഷ്യനെ പടച്ചത് നരകത്തിനാണ്. അല്ലാഹ് എന്നെ മോചിപ്പിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യാം. എന്തിനേറെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഏതൊക്കെയുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തളത്തുള്ള മിമ്പറിൽ
ഞാനടക്കം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള ഇമാമങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ മനസ്സോടുകൂടെ ശുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകതയുള്ള മനുഷ്യൻ 40 ആള് പോലും നിർബന്ധമാക്കിയ പരിശുദ്ധമായ ജുമുഅ, ആ ജുമുഅക്ക് ഏക മനസ്സോടുകൂടെ ഒരു പള്ളി, പരിശുദ്ധമായ പള്ളിയുടെ അകത്തളത്ത് ഒരുമിച്ച് കൂടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്ത് എത്തിയില്ലെങ്കിലും ഈ ദുആക്കാകുമ്പോ പല ആളുകളും അല്ലേ, ചിലപ്പോ 11:30 വരുന്ന ആളുണ്ട്, 12:30 വരുന്ന ആളുണ്ട്. ഇനി പള്ളിയിലേക്ക് വരാത്തവർ കന്നാരിന്ന് പിടിക്കാം. ഇവനോ ആ ദുആക്കാം എന്തായാലും അല്ലാഹുമ്മ അജിർനാ മിനന്നാർ ദുആരക്കലില്ലേ. ഏത് സമയം അല്ലാഹു എന്തു ചോദിച്ചാലും ഉത്തരം ചെയ്യുന്ന സമയത്ത് എല്ലാ ഇബാദത്തുകളും കഴിഞ്ഞ് 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പറഞ്ഞ് 2 ഖുതുബയുടെ ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ, അല്ലാഹുവേ പടച്ചവനെ നരകത്തിൽ നിന്ന് നിന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്തിനിങ്ങനെ ദ്വാരക്കുന്ന? വേറെ പണിയില്ലേ? അല്ലാഹു മനുഷ്യനെ പടച്ചത് നരകത്തിനാണ്. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും നമസ്കാരത്തിന്റെ അവസാന സമയത്ത് സുജൂദ് ചെയ്തു, റുകൂ ചെയ്തു, എല്ലാ ഇബാദത്തുകളും പടച്ചവന് മനസ്സറിഞ്ഞ് ചെയ്ത് അല്ലാഹുവിനോട് അവസാനം സലാം വീട്ടാനാവുമ്പോ പറയാണ്, പടച്ചോനെ സാധുവായ അടിമയാണല്ലാ, ദോഷിയായ അടിമയാണല്ലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. നമ്മുടെ തഹിയാത്തിൽ പറയുന്ന ഒരു ദുആ, പടച്ചോനെ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു റബ്ബേ. നരകത്തിന്റെ അകത്തളത്ത് എന്നെ നീ പടച്ചതല്ലേ, എന്നെ നരകത്തിന് വേണ്ടി പടച്ചതല്ലേ, അതിന്റെ വിറകാകാൻ പടച്ചതല്ലേ, ഒന്ന് രക്ഷപ്പെടുത്തു റബ്ബേ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു മനുഷ്യനെ പടച്ചത് നരകത്തിൽ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മനോഹരമായ സ്വർഗീയ ലോകത്തിന് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു നമ്മെ പടച്ചത്. അല്ലാതെ ഇവിടെ കോടികൾ കുന്നുകൂട്ടാനല്ല, ഒരുപാട് ആധിക്യങ്ങൾ ഉണ്ടാക്കാനല്ല, നാട്ടിൽ പേരും പെരുമയും പ്രശസ്തിയും ഏഷ്യയിലും ഇന്ത്യയിലും ഞാൻ ഒന്നാമത്തെ പണക്കാരനാണെന്ന് അഹങ്കരിക്കാനും മത്സരിക്കാനും ജാട കാട്ടാൻ വേണ്ടിയല്ല അല്ല പടച്ചത്. അല്ലാഹു നമ്മെ പടച്ചത് നൈമിഷികമായ 3 ദിവസത്തിന്റെ ദുനിയ. ഇന്നുള്ളവന് നാളെയില്ല. ഈ വയല് പറയുന്ന ഞാൻ അടുത്ത ദിവസം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റൂല. ഈ സദസ്സിലിരിക്കുന്ന എത്ര പേര് നാളെ എന്റെ ശബ്ദം ശ്രവിക്കുമെന്ന് പറയാൻ പറ്റൂല. 3 ദിവസത്തിന്റെ ദുനിയാവിലേക്ക് അല്ല നിന്നെ പറഞ്ഞയച്ചത്. മോനെ, സ്വർഗത്തിലേക്ക് പണിയെടുത്ത വാടാ, നിന്നെ ഞാൻ പഠിച്ചത് നരകത്തിനാണ്. അല്ലാഹു തആല അങ്ങനെ നമ്മളെ പറഞ്ഞയച്ച് സ്വർഗത്തിൽ ഒരു ഇടം നേടാൻ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുട്ടത്തോടിയിൽ നിങ്ങളെ പടച്ചത്. അല്ലാതെ ഭൗതികം കൊണ്ട് ആറാടാനും ഉല്ലസിക്കാനും സന്തോഷിക്കാനുമല്ല. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നതാരാ? എന്നെ പോലത്തെ സാധാരണ ഒരു മൊയ്യാരല്ല, ഒരു സയ്യിദല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മസ്ജിദുൻ നബവിയുടെ മണവറയിലിരുന്നു കൊണ്ട് തന്റെ സ്വഹാബത്തിനോട് ഉപദേശിക്കുകയാണ്. എല്ലാ സമയവും പരിശുദ്ധ പടച്ചവന്റെ ഇഷ്ടദാസന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് ഉപദേശിക്കുന്ന മുത്തുനബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവ സമൂഹത്തെ പടച്ചത് നരകത്തിന് വേണ്ടിയാണ്. സ്വഹാബാ, ഈമാനുള്ള തഖ്വയുള്ള അന്തസ്സുള്ള ഇബാദത്തുള്ള ഒരുപാട് ആരാധനകളുടെ ആകാശയാമങ്ങളിൽ പറക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കണ്ടങ്ങൾ വിടരുകയാണ്, ഹൃദയം പൊട്ടിപ്പോവുകയാണ്. ആ കൂട്ടത്തിലുള്ള പൗരപ്രമുഖനായ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകരെ, നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട സാധുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടല്ലോ നബിയേ. നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട സാധുക്കളായ അടിമകളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടല്ലോ നബിയേ. ഒരുപാട് നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സദഖ ചെയ്യുന്നവനാ, ഇബാദത്തുകൾ മുറ പോലെ നിർവഹിക്കുന്നവനാ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഹബീബേ, നരകത്തെ കുറിച്ച് എന്നെ കൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല നബിയേ, നരകത്തെ ഊഹിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. ആ ഭയാനകരമായ ബീഭത്സമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരുവോ നബിയേ.
എത്ര ത്യാഗങ്ങൾ ഞാൻ ചെയ്യാൻ സന്നദ്ധനാ, എത്ര ആരാധനകൾ ചെയ്യാനും ഞാൻ സന്നദ്ധനാ. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് എന്റെ ശരീരത്തെ ഞാൻ ഭൗതിക ലോകത്ത് ബലിയർപ്പിക്കാനും സന്നദ്ധനാണ്. നരകം വേണ്ട നബിയേ, കാലാകാലം വെന്തുരുകുന്ന നരകത്തെ കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരുവോ നബിയെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവിനോട് ആ പ്രിയപ്പെട്ട സ്വഹാബി പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി. ലോകത്തിന്റെ നേതാവിന്റെ കണ്ണുകൾ നിറയുകയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഭീഭത്സമായ ഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാ ഒരുപാട് ത്യാഗങ്ങൾ നീ ചെയ്യേണ്ടതില്ലടാ, ഒരുപാട് പ്രയാസങ്ങൾ നീ അനുഭവിക്കേണ്ടതില്ലടാ, നിന്റെ ശരീരത്തെ നീ ബലിയർപ്പിക്കേണ്ടതില്ലടാ. പൊന്നുമോനെ, കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ സ്വഹാബിയോടൊന്നല്ല, ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ കണ്ണി വരെയുള്ള തന്റെ സമുദായത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ മുട്ടത്തോടിക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി, നീ നല്ലൊരു മനുഷ്യനാണ്, നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടണ, നീ ബച്ചാവണ, നീ എങ്ങനെ സേഫ്റ്റി ആവണോ, നീ നല്ല മനുഷ്യനാവണം, നീ ഒരു ഗുണകാംക്ഷിയാവണം. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാം. അപ്പോഴാണ് നമ്മളെപ്പോലെ ചിന്തിച്ച സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാവുക? എങ്ങനെയാണ് മുത്തുനബിയെ ഞാൻ നല്ലവനാവുക? ഒരുപാട് നിസ്കരിച്ചതുകൊണ്ടോ, ഖുർആൻ ഓതിയതുകൊണ്ടോ, സ്വതക ചെയ്തതുകൊണ്ടോ, സകാത്ത് അതിന്റെ മുറ പോലെ വീട്ടിൽ കൊടുത്തതുകൊണ്ടോ, നോമ്പെടുത്തതുകൊണ്ടോ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ ഞാൻ സഞ്ചരിച്ചതുകൊണ്ടോ ഞാൻ നല്ലവനാണെന്ന് പറയാൻ പറ്റൂ നബിയേ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം. ഞാൻ കുറെ നിസ്കാരക്കാരന്, ഞാൻ കുറെ നോമ്പെടുക്കുന്നു, പള്ളിക്ക് വരുന്ന 5 നേരവും ഖത്മുൽ ഖുർആൻ ഓതുന്നു, ഉമ്മമാർക്കൊക്കെ ഉള്ള ചിന്ത അള്ളാഹു സ്വീകരിക്കാൻ ദ്വാരക്ക് ഉസ്താദേ ഞാൻ വെച്ചവായി അല്ലേ? നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ഇബാദത്തുമായി അകന്നു നിൽക്കുന്നവരെ നമ്മൾ അധിക്ഷേപിക്കും, മോശപ്പെടുത്തും, കുറ്റപ്പെടുത്തും. നമ്മളൊക്കെ വിചാരിച്ചത് ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടും. അള്ളാന്റെ റസൂല് തന്നെ പറയട്ടെ, ആ സ്വഹാബിയോട് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഒരുപാട് നിസ്കരിച്ചതുകൊണ്ടോ, ഖുർആൻ ഓതിയതുകൊണ്ടോ, സ്വതക ചെയ്തതുകൊണ്ടോ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ നീ സഞ്ചരിച്ചതുകൊണ്ടോ, നോമ്പെടുത്തതുകൊണ്ടോ, പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാന്റെ പള്ളിയുടെ, മദീനത്തെ പള്ളിയുടെ കഥ തുറന്നുകൊണ്ട് നീ തഹജ്ജുദ് നമസ്കരിച്ചതുകൊണ്ടോ നീ നല്ലവനാണെന്ന് പറയാൻ പറ്റൂല മോനെ. അതുകൊണ്ട് നീ നല്ലവനാണെന്ന് വിലയിരുത്താൻ പറ്റൂലടാ. അപ്പോഴാണ് ആ സ്വഹാബിക്ക് ചോദ്യം വരുന്നത്, നബിയേ, പിന്നെ എങ്ങനെയാണ് നബിയേ ഇത്രയും ഇബാദത്ത് ചെയ്ത, സുഹൃതങ്ങൾ ചെയ്ത, ആരാധനകൾ ചെയ്ത ഞാൻ നല്ലവനാണെങ്കിൽ, ഞാൻ നല്ലവനല്ലെങ്കിൽ അതുകൊണ്ട് നല്ലവനാവാൻ, ഗുണകാംക്ഷിയാവാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നബിയെ ഞാൻ നല്ലവനാവുക? പിന്നെ എങ്ങനെയാണ് നബിയെ ഞാൻ ഗുണകാംക്ഷിയാവുക? അപ്പോൾ തന്നെ ലോകത്തിന്റെ നേതാവിന്റെ മറുപടി, പൊന്നുമോനെ, ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടല്ല നല്ലവനാവുക, നോമ്പെടുത്തത് കൊണ്ടല്ല, സുഹൃതങ്ങൾ ചെയ്തത് കൊണ്ടല്ല. ഈ മദീന പള്ളിയിൽ നിന്ന് നിന്റെ വീട്ടിലോട്ട് നീ കടന്നു ചെല്ലുന്നതിന്റെ മുമ്പ് ഒരാളോട് പോയി നീ ചോദിക്കണേ, നിന്റെ വീടിന്റെ ഉമ്മരപ്പടിയിലേക്ക് വലത് കാല് വെച്ച് കയറുന്നതിന്റെ മുമ്പ് ഒരാളോട് പോയി നീ ചോദിക്കണേ, നീ നല്ലവനാണോ, നീ മോശപ്പെട്ടവനാണോ? ആ ഒരാളെങ്ങാനും നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് നിർബന്ധമാ. ആ ഒരാളെങ്ങാനും നീ മോശപ്പെട്ടവനെന്ന് പറഞ്ഞാൽ, നീ നല്ലവനല്ല എന്ന് വിലയിരുത്തിയാൽ അല്ലാഹുവിന്റെ നരകം നിനക്ക് നിർബന്ധമാ. നിന്റെ ഒരു അമല് പോലും പടച്ചവന് വേണ്ട. ആ സ്വഹാബി പേടിച്ചു പോയി. ഇത്ര ഇബാദത്ത് ചെയ്യുന്ന, ഇത്ര നന്മകൾ ചെയ്യുന്ന, ഇത്ര ആരാധനകൾ ചെയ്യുന്ന, പള്ളിക്ക് വേണ്ടി, മുത്തുനബിക്ക് വേണ്ടി കൊടുക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നബിയേ, എന്റെ ഒരു അമല് പോലും ആ ഒരു മനുഷ്യന്റെ കാരണം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല.
ആഗ്രഹിക്കുന്നില്ല നബിയേ. ആ ഒരാൾ ആരാണെന്ന് എന്നോട് പറഞ്ഞു തരുമോ നബിയേ? ആ സ്വഹാബി തന്നെ മുത്തുനബിയോട് മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ പ്രവാചകരെ, എന്നെ 9 മാസവും 10 ദിവസവും ഒരുപാട് ത്യാഗങ്ങളും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് മരണതുല്യമായ വേദന സഹിച്ച് രാത്രികളെ പകലുകളാക്കി എനിക്ക് മാറ്റി എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണോ നബിയെ ഞാൻ ചോദിക്കേണ്ടത്? എന്റെ ഉന്നതികളിലും ഉയർച്ചകളിലും പ്രവർത്തിച്ച് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടെ വളർത്തിപ്പോയ എന്റെ പ്രിയപ്പെട്ട വാപ്പയോടാണോ നബിയെ ഞാൻ ചോദിക്കേണ്ടത്? എനിക്ക് മുത്തം തന്നുപോയി എന്റെ മക്കളോടാണോ നബിയെ? എന്റെ രാത്രികളെ പകലുകളാക്കി എനിക്ക് സ്വർഗീയ സമാനമായ സുഖങ്ങൾ സമ്മാനിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടാണോ നബിയെ? എന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഉറ്റവരോടാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി അത്ഭുതപ്പെടുത്തുന്ന മറുപടി. ഉമ്മ നമ്മുടെ സ്വർഗീയ താക്കോലല്ലേ, വാപ്പ നമ്മുടെ പ്രിയപ്പെട്ടവനല്ലേ, ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടവളല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ഭാര്യയോടൊപ്പം നിനക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും മക്കളോടൊപ്പം കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകണോ? നീ ചോദിക്കേണ്ട ഒരാൾ ആരാണെന്നറിയോ? നിനക്ക് സ്വർഗം ജഡ്ജ്മെന്റ് ചെയ്യാൻ, നീ നല്ലവനാണെന്ന് പറയാൻ അധികാരമുള്ള ആളാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി, സൽ ജീറാനക സൽ ജീറാനക. നിന്റെ അയൽവാസിയോട് പോയി നീ ചോദിക്കണം, നിന്റെ അയൽക്കാരനോട് പോയി നീ ചോദിക്കണം. ആ അയൽവാസി എങ്ങാലും നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് നിർബന്ധമാ. ആ അയൽവാസി എങ്ങാലും നിന്നെ മോശപ്പെട്ടവനെന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലാഹുവിന്റെ നരകം നിർബന്ധമാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് നമുക്ക് സ്വർഗം ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആളാര്? ഒന്ന് പറഞ്ഞ മനുഷ്യന്മാരെ ഉറങ്ങുന്നുണ്ട്. 7 മണിക്ക് വയലായിട്ട് ഉഷാറാക്കി. ആര്? അയൽവാസി. അപ്പുറത്തിപ്പുറത്തെ അയൽവാസികളുണ്ടല്ലോ. ഉസ്താദ്, എന്നെ ഞാൻ ചോദിച്ചാൽ അയൽവാസി, ഞാൻ നല്ലവൻ ചോദിച്ചാൽ എന്നെ നല്ലവരെ പറയുന്ന എത്ര പേരുണ്ടോ? കൈവയ്ക്കുന്നത് അപ്പുറത്തിപ്പുറത്ത് നോക്കുക കേട്ടോ. ആരില്ലേ? എല്ലാം മുഖം നോക്കുന്നുണ്ട്. പറഞ്ഞാൽ ഇപ്പൊ എണിച്ചിട്ട് പറയും, ഉസ്താദേ ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, സംഭവം അങ്ങനെ ഇല്ല അല്ലേ? ചെറിയ ചെറിയ തർക്കത്തിന്റെ പേരിൽ 10 വർഷങ്ങളായി പിണങ്ങിക്കിടക്കുന്ന പലരും എന്റെ പ്രിയപ്പെട്ടവരെ ഈ മഹലിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ തർക്കങ്ങൾ, പരസ്പരം മക്കളുടെ പേരിൽ കശപിശ കൂടി, ഷണ്ട കൂടി, ഭാര്യമാർ അപ്പുറത്ത് തൊട്ടടുത്തുള്ള പെണ്ണും പരസ്പരം വഴക്കാടി, പിന്നൊരു ബന്ധമില്ല, ഒരു സംസാരമില്ല. എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയ തർക്കം, തെറ്റിദ്ധാരണയുടെ പേരിൽ സംഘടനാ തർക്കങ്ങൾ. തുറന്നു പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു ഒരിക്കലും പൊരുത്തപ്പെടില്ല. ഇതുപോലത്തെ വയൽ ഇതേ കാസർഗോഡ് ജില്ലയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോ ഒരാള്, എന്റെ വയലിന്റെ മാത്രമല്ല അയാളെ മനസ്സിന്റെ വിശുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഉസ്താദേ എന്ത്, ഞങ്ങൾ സംസാരിക്കാതെ 7 കൊല്ലായി, 7 വർഷങ്ങളായി 2 അയൽവാസികളെയും വിളിച്ചു വരുത്തി ഭക്ഷണം കഴിച്ച വീട്ടിലേക്ക് പോയി സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞെന്തെന്നറിയോ? ഉസ്താദേ എന്റെ വീട്ടിലേക്കുള്ള വഴിമുടക്കി, ആ വഴിമുടക്കിയതിന്റെ പേരിൽ നമ്മൾ സംസാരിക്കാതെ 7 കൊല്ലായി ഉസ്താദേ. അതാണ് നല്ല മനസ്സ്. പരസ്പരം സംസാരിച്ചു, നന്നായി ഒത്തൊരുമിച്ചു, പരസ്പരം എല്ലാ പ്രയാസങ്ങളും മനസ്സിന്റെ അകത്തളത്ത് കെട്ടിക്കിടന്ന എല്ലാവിധ തെറ്റിദ്ധാരണകളെയും നീക്കി അവർ നന്നായി. അല്ലാതെ ഞാൻ പറയട്ടെ, ഒരയൽവാസി ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഈ സദസ്സിൽ അയാളുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു എത്ര ഇബാദത്ത് ചെയ്താലും എത്ര തൗബ ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കില്ല. അയാൾ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല, അയാൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അയാൾ വെള്ളിയാഴ്ച രാവുസ്താദെ മരിച്ച ശനിയാഴ്ച അത് രാവിലെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അയൽവാസിയുടെ മനസ്സിന്റെ വേദനക്ക് നീ കാരണക്കാരനായാൽ അള്ളാന്റെ റസൂല് പറയാണ്, നിനക്ക് സ്വർഗമില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അയൽവാസികളുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. അതല്ലാതെ എന്താ എന്റെ പ്രിയപ്പെട്ട മുത്തുമുട്ടത്തോട് നിവാസികളെ നിങ്ങളെ കരുതിപ്പോയത്?
ആരാധന കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ മുസ്ലിമേ, ഒരുപാട് നിസ്കരിക്കുന്നവരെ, ഖുർആൻ ഓതുന്നവരെ, സദഖ ചെയ്യുന്നവരെ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ലോകത്തിന്റെ നേതാവ് പറയുകയാ, എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് നമ്മുടെ അടുത്ത് അസ്റായീൽ വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. എപ്പോഴാണ് അസ്റായീൽ നമ്മുടെ സവിധത്ത് വന്ന് നമ്മുടെ ആത്മാവിനെ പിഴുത്തെടുക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ. ദൈനംദിനം വിളിക്കുന്ന അസ്റായീൽ നിന്റെ വീട് മുറ്റത്ത് കടന്നു വന്നു. മുറ്റത്തോടിക്കാർക്കെല്ലാവർക്കും മനസ്സിലായി, വലിയ ഇബാദത്തുകാരനായ നിന്റെ വീട്ടിലേക്ക് ജനാവലിയെത്തി, പള്ളിയുടെ സുന്തൂക്കത്തെ നിന്നെ കൊണ്ടുവന്ന് മയ്യിത്ത് നമസ്കരിച്ച് പച്ചമണ്ണിൽ ഈ പരിശുദ്ധ മുട്ടത്തോടി പള്ളിപ്പറമ്പിൽ അല്ലാഹുവേ പടച്ചവനെ നിന്നെ കബറടക്കം നടത്തിയാൽ അവിടെയും ഒരുപാട് കാലം ജീവിക്കാനില്ല മുസ്ലിമേ. നൈമിഷികമായ ഖബറിന്റെ അകത്തളത്തും ഒരു ഒറ്റ ദിവസങ്ങൾ ജീവിച്ചുകൊണ്ട് ഇസ്രാഫീൽ വിളിക്കുമല്ലോ. ഒരു ദിവസം ഇസ്രാഫീൽ രണ്ടാമത്തെ വിളിയാളം വിളിക്കുമ്പോ ഖബറ പൊട്ടി എഴുന്നേൽക്കുകയാണ്. മുട്ടത്തോടിയിലുള്ള ആരൊക്കെ മൺമറഞ്ഞിട്ടുണ്ടോ, സയ്യിദാവട്ടെ, തങ്ങളുടെ പ്രിയപ്പെട്ട ആരാവട്ടെ, നല്ലവരാവട്ടെ, മോശപ്പെട്ടവരാവട്ടെ, എല്ലാവരും ഖബർ പൊട്ടി എഴുന്നേൽക്കുകയാണ്. ഇസ്രാഫീലിന്റെ വെളിയാളം കേൾക്കുമ്പോ മുട്ടത്തോടി പള്ളിപ്പറമ്പിൽ നിന്നൊരു വിഭാഗം എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പുഞ്ചിരിയോടുകൂടെ എഴുന്നേൽക്കുകയാണ്, സന്തോഷത്തോടുകൂടെ എഴുന്നേൽക്കുകയാണ്. കാരണം ഒരുപാട് നിസ്കരിച്ചവനല്ലേ, ഖുർആൻ ഓതിയവനല്ലേ, സദഖ ചെയ്തവനല്ലേ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചവനല്ലേ നീ. പടച്ചവനെ, പുഞ്ചിരിയോടുകൂടെ ഖബറ പൊട്ടി പിളർന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ ലോകത്തേക്ക് പോകുമ്പോ മുട്ടത്തോടിയിലുള്ള ഈ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും നിങ്ങളെ കാണുകയാണ്, എല്ലാവരെയും കാണുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ആ പരിശുദ്ധമായ മഹ്ശറാ മുറ്റത്ത് കാണുമ്പോ ഓരോരുത്തരും അത്ഭുതത്തോടുകൂടെ ചിന്തിക്കുകയാണ്, മുട്ടത്തോടിയിൽ ഇവനെ പോലെ നിസ്കരിച്ചവരില്ല റബ്ബേ, ഖുർആൻ ഓതിയവരില്ല റബ്ബേ, സദഖ ചെയ്തവരില്ല റബ്ബേ. ഇവന് നീ നൽകുന്ന സ്വർഗമേതാണ് റബ്ബേ? നീ അലങ്കരിച്ച കമനീയമായ രമ്യഹർമ്മ്യങ്ങളും മണിമാളികകളും നിറഞ്ഞു തുളുമ്പുന്ന ആ സ്വർഗമേതാണ് അല്ലാഹ് എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അല്ലാഹു ഇബാദത്ത് കൊണ്ട്, സുഹൃതങ്ങളെ കൊണ്ട്, ആരാധനകളെ കൊണ്ട് പടച്ചവന്റെ പിഴിശം, പടച്ചവന്റെ പൊരുത്തം പിടിച്ചു പൊട്ടിയ മുട്ടത്തോടിയുള്ള ഒരു മനുഷ്യൻ അല്ലാഹു വിളിക്കുന്നത്. അല്ലാഹു വെറുതെയല്ല വിളിച്ചത്. ബുശ്റാ മുറ്റത്ത് ഒരുപാട് ആളുകൾ അവരുടെ ഹിസാബിന് വേണ്ടി കാക്കുമ്പോ പടച്ചവനെ പിരിശം വെച്ച് സ്നേഹിച്ച നിന്നെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ പാസ് അല്ലാഹു തരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ പാസ് നിന്റെ കയ്യിലേൽപ്പിക്കുമ്പോ സന്തോഷത്തോടുകൂടെ ആ സ്വർഗത്തിന്റെ പാസ് പടച്ചവന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ഓടി വരികയാണ്. പടച്ചവന്റെ അടുത്ത് ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഇല്ല റബ്ബേ, ഇല്ല, ഇവനിക്ക് ആ പാസ് കൊടുക്കല്ല റബ്ബേ, സ്വർഗത്തിന്റെ പാസ് കൊടുക്കല്ല റബ്ബേ. ദ്വേഷത്തോടുകൂടെ ആ മനുഷ്യനെ വന്നങ്ങോട്ട്, ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ മനുഷ്യൻ അങ്ങോട്ട് ഒരുപാട് ധൈര്യത്തോടുകൂടെ, സ്ഥൈര്യത്തോടുകൂടെ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പാസ് എടുത്ത് നീ തിരിഞ്ഞു നോക്കുമ്പോ ആരാണെന്നറിയോ? മുട്ടത്തോടിയിലുള്ള നിന്റെ അയൽവാസിയാണ്, മുട്ടത്തോടിയിലുള്ള നിന്റെ അയൽവാസിയാണ്. അവന് വെറുതെ വന്നതല്ല പ്രിയപ്പെട്ടവരെ, അവന് വെറുതെ വന്നതല്ല, അവന് പടച്ചവനോട് പരാതി പറയാനാണ് വന്നത്. പടച്ചവനോട് വന്ന് പറയുകയാണ്, അല്ലാഹ്, ഞാൻ മുട്ടത്തോടിയിൽ ജീവിച്ചവനാ, മുട്ടത്തോടിയിൽ ഇവന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിച്ചവനാ, ഇവന് കോടികൾ കൊടുത്തത് നീയാണ് റബ്ബേ, ഇവനൊരുപാട് സമ്പത്ത് കൊടുത്തത് നീയാണ് റബ്ബേ, എന്നെ പരമദരിദ്രനാക്കിയത് നീയാണ് അല്ലാഹ്, ഒന്നും തന്നില്ലല്ലോ റബ്ബേ. ഈ മനുഷ്യനുണ്ടല്ലോ റബ്ബേ, അല്ലാഹുവിനോട് ഓരോരോ കാര്യങ്ങളും പരാതി പറയുകയാണ്. എന്റെ വീട് ഇവന്റെ, ഈ മനുഷ്യന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അല്ലാഹ്. ചെറ്റപ്പുരയുടെ അകത്തളത്ത് ഭാര്യയും മക്കളുമായി ചോർന്നൊളിക്കുന്ന, മഴ പെയ്താല് ചോർന്നൊളിക്കുന്ന വീടിന്റെ അകത്തളത്ത് ഞങ്ങൾ കഴിയുമ്പോ പടച്ചവനെ, 2 നിലയുള്ള വീടിന്റെ അകത്തളത്ത് AC ഇട്ട് കിടന്നുറങ്ങിയ മനുഷ്യന് ഇവനാണ് അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ, ഒരു നേരത്തെ അന്നത്തിന് പോലും കഴിവില്ലാതെ, കഞ്ഞിവെള്ളം കുടിച്ചരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി ആ മുട്ടത്തോടിയിൽ കഴിയുമ്പോ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്
അവന്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയുടെ മണം അടിച്ചു വീശുമ്പോ എന്നെ മൈൻഡ് ചെയ്യാതെ ഒരു തരി ഭക്ഷണം പോലും എനിക്ക് തരാതെ പടച്ചവനെ അല്ലാഹുവേ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച മനുഷ്യനിവനാണ് അല്ലാഹ്. 22, 28, 30 ആയി കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട പെൺമക്കളുണ്ടല്ലോ പടച്ചവനെ അല്ലാഹുവേ, 1 ഗ്രാം സ്വർണത്തിന് പോലും കഴിവില്ലാതെ പള്ളിയുടെ വരാന്തയിൽ പോയി കൈനീട്ടി യാചിക്കുമ്പോ ഇവന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ലക്ഷക്കണക്കായ രൂപകൾ ദൂർത്തടിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെ കൊണ്ട് ആറാടി പ്രിയപ്പെട്ടവന് അല്ലാഹുവേ പടച്ചവനെ എന്റെ പൊന്നുമോളുടെ വിവാഹത്തിന് 10 രൂപ നീട്ടാൻ കൈത്താങ്ങാവാൻ ഇവന് മനസ്സ് കാണിച്ചില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അയൽവാസിയുടെ പരാതി സ്വീകരിക്കുകയാണ്. പടച്ചവൻ നീ എന്റെ പരാതി സ്വീകരിക്കുകയാണ്. അല്ലാഹുവിനോട് ഈ മനുഷ്യൻ തുടരുകയാണ്, അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട അയൽവാസി എനിക്ക് വഴിമുടക്കിയവനാ, വെള്ളം മുടക്കിയവനാ, ഒരു സന്തോഷത്തിന്റെ വർത്താനങ്ങളെ പറയാത്തവനാ, സന്തോഷവേളയിൽ എന്നെ അഭിനന്ദിക്കാത്തവനാ, എന്റെ വീട് മുറ്റത്തൊരു പെരുന്നാളിന് പോലും തിരിഞ്ഞു നോക്കാത്തവനാ. അല്ലാഹുവേ ഇവനെ സ്വർഗത്തിലേക്ക് കടത്തല്ല റബ്ബേ എന്ന് അല്ലാഹുവിനോട് നിന്റെ അയൽവാസി പരാതി പറയുമ്പോ സ്വർഗത്തിന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പടച്ചവന്റെ സ്വർഗീയമായ ലോകത്തേക്ക് കടന്നു പോകാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന നിന്നെയുണ്ടല്ലോ പടച്ചവൻ വിളിച്ച് നിന്റെ കയ്യിലുള്ള സ്വർഗത്തിന്റെ പാസ് തിരിച്ചെടുത്തുകൊണ്ട് നിന്റെ അയൽവാസിയുടെ കൈകളിലേക്ക് നിന്നെ ഏൽപ്പിക്കുമ്പോ ആ അയൽവാസി നിന്റെ തുണിക്കോന്തലിൽ പിടിച്ച് വലിച്ചിഴച്ച് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്നെ വലിച്ചെറിയുമെന്ന്, നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെന്തിനാ നമ്മുടെ നിസ്കാരം, പിന്നെന്തിനാ നമ്മുടെ നോമ്പ്, പിന്നെ എന്തിനാ നമ്മുടെ ഖുർആൻ? ഞാൻ പറയട്ടെ, ഒരു അയൽവാസിയോട് പിണക്കമുണ്ടോ, അയാളോട് പൊരുത്തപ്പിടിക്കാതെ നിങ്ങൾ നാളെ മുതൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഒന്നാവണം 3 ദിവസത്തിന്റെ ദുനിയാവ്, അന്തസ്സൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സൊരു ദുനിയാവ് ഇല്ല ഇവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. ഈ ദുനിയാവിന് വേണ്ടി അല്ലാഹു പടച്ചോനെ ഒരു ശ്വാസം അടഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ സുലൈമാൻ ഉസ്താദിനെ? പടച്ചവനെ ഒരുപക്ഷെ വേദിയിലിരിക്കേണ്ട ആളാ, ഈ പരിശുദ്ധ സദസ്സിലിരിക്കേണ്ട ആളാ. ഉസ്താദേ എനിക്ക് ഡേറ്റ് അയച്ചു തരണം ഉസ്താദേ, എനിക്ക് വഅദിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ഇവിടെ BK ഉസ്താദിന്റെ കൂടെ പഠിച്ചവനാ. തൊട്ടുപറ്റത്തുള്ള കടേക്കാലിലും അതുപോലെ മളങ്കളയിലും ചുറ്റുവട്ടത്തുള്ള ഒരുപാട് മഹല്ലുകളിൽ ജോലി ചെയ്തവനാണെന്ന് പറഞ്ഞ ഉസ്താദ് മകളുടെയും മകന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 8 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം സന്തോഷിക്കാൻ അയാൾക്ക് അല്ലാഹു അവസരം കൊടുത്തില്ല. നമ്മൾ വിചാരിക്കും ഉസ്താദേ അത് പ്രിയപ്പെട്ട സുലൈമാൻ ഉസ്താദല്ല, എനിക്കൊരു ആരോഗ്യ പ്രശ്നമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതുപോലെ പറഞ്ഞ ഒരു മനുഷ്യനാണ് തന്റെ പ്രിയപ്പെട്ട മകളുടെയും മകന്റെയും കല്യാണത്തിന് വെള്ളിയാഴ്ച ജുമാക്ക് വന്ന് ക്ഷണിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്റെ നാട്ടിന്റെ തൊട്ടടുത്തുള്ള മനുഷ്യനാണ്, കർണാടകക്കാരനാണ്, വലിയ സന്തോഷമായി സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കൂടെ അന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഒരു ആരോഗ്യ പ്രശ്നം പോലും ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ, ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. അയാള് പോട്ടെ, ഈ പരിശുദ്ധ പള്ളിപ്പറമ്പിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുമ്മ. ഈ പള്ളിപ്പറമ്പിന്റെ വിശാലമായ ഗ്രൗണ്ടിൽ നീ വഅദ് കേൾക്കുന്നവളല്ലേ? ഈ ഒരുമിച്ചു കൂടിയ ജനകൂട്ടത്തെക്കാളും ഇരട്ടി ഒരുമിച്ചു കൂടിയ ഉമ്മ, ആ പരിശുദ്ധ പള്ളിപ്പറമ്പിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുമോളേ. ആരൊക്കെയാണ് പെങ്ങളെ നൈമിഷികമായ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു
പോയവർ, ജീവിതത്തിന്റെ കൊതിയവിടുന്ന് തീർന്നു പോവാത്തവർ, ഇനിയും ഒരുപാട് കാലം എന്റെ ഉപ്പാപ്പയുണ്ടല്ലോ ഉമ്മാമയുണ്ടല്ലോ എന്ന് ആഗ്രഹിച്ച് ഈ ഭൗതിക ലോകത്തിൽ ഇനിയും മുട്ടത്തോടിയിൽ എനിക്കൊരു വീട് പണിയണം, നല്ല കല്യാണം കഴിയണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചു പോയ പലരും ഈ മുട്ടത്തോടി പള്ളിയുടെ പള്ളിപ്പറമ്പിലാണ്. അവിടെ ഭേദമില്ല, അവിടെ വയസ്സിന്റെ തർക്കമില്ല. 90 വയസ്സായ ഉപ്പാപ്പ എവിടെയുണ്ട്, 80 വയസ്സായ ഉമ്മാമ അവിടെയുണ്ട്. എന്തിനേറെ ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ചാപ്പിള്ളയായി ഈ ലോകത്തിലേക്ക് പിറന്നു വീണ ചോരപ്പൈതൽ കിടക്കുന്ന നാടാ. പാരമ്പര്യത്തിന്റെ പഴക്കമുള്ള മുട്ടത്തോടിയുടെ പള്ളിക്കാട് പ്രസവിച്ച എത്രയോ കുഞ്ഞുങ്ങളെ പച്ച മണ്ണിൽ കൊണ്ടുവന്ന് പൊട്ടിക്കരഞ്ഞ് വാപ്പയും അവിടുത്തെ സഹോദരങ്ങളും അല്ലാഹുവേ ഖബറടക്കിയ നാടാ പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുമോൻ, 10 വയസ്സുള്ള പൊന്നുമോൾ ജീവിതത്തിന്റെ മധുരമായ പ്രതീക്ഷകൾ പൂണിയുന്നതിന്റെ മുമ്പ് എല്ലാ കാര്യങ്ങളും അസ്തമിപ്പിച്ചുകൊണ്ട് മുട്ടത്തോടിക്കാരെ കണ്ണീരിലാഴ്ത്തി 4 ദിവസം ഓർമ്മിച്ച് നമ്മള് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമുക്കെന്തേ ഓർമ്മ വന്നില്ല? ഈ നൈമിഷികമായ ദുനിയാവിൽ ജീവിക്കുമ്പോ പിന്നെ എന്തിനാ നമുക്ക് അഹംഭാവം? എന്തിനാ പാവപ്പെട്ടവരോട് പിണക്കം? എന്തിനാണ് അയൽവാസികളോട് തർക്കം? എന്തിനാണ് നമുക്ക് ആ പ്രിയപ്പെട്ടവരോടുള്ള ദേഷ്യം? അതുകൊണ്ട് അവസാനിപ്പിച്ച മുസ്ലിമേ, ആ അവസാനം നീ കുറിച്ചില്ല എങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല. നീ എങ്ങാലും നിന്റെ അയൽവാസിയോടുള്ള പിണക്കത്തിലായി മരണപ്പെട്ടു പോയാൽ നിന്റെ ആഖിറവും നിന്റെ ദുനിയാവും നഷ്ടപ്പെട്ടു മോനെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്ത് തർക്കമായ ഇത് നല്ല ഒരു ഉപദേശമായി. നിങ്ങൾ നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഞാൻ അങ്ങനെ വാഴ്ന്നു പറയുന്നത് അത് കുറെ കേട്ട് നമ്മുടെ സെക്രട്ടറിനെ പറഞ്ഞു അല്ലേ, അതെ പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യനെ 40 ആളില്ല ഒന്ന് ജുമാക്ക് വന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്ന് ജുമാ നടത്തിയ പള്ളിയായിരുന്നു പഴയ കാലത്തിന്. അപ്പൊ ഇതൊരു മാറ്റം വരണം എന്റെ പ്രിയ. എന്ത് തർക്കമായാലും, എന്ത് പ്രശ്നങ്ങളായാലും, എന്ത് ബുദ്ധിമുട്ടുകൾ, നാളെ നീ മരിച്ചു കിടന്നാൽ നിന്റെ അടുത്ത് വന്നൊരു സലാം പറയേണ്ട മനുഷ്യനല്ലേ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നാവുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് നമ്മുടെ അയൽവാസികൾ? അത് പഠിക്കണ്ടേ. അയൽവാസി പറഞ്ഞാൽ മതിയാ, അപ്പുറത്ത് വരണോ ഇപ്പുറത്ത് വരണോ അല്ല. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള 40 പുരക്ക. എത്ര? 40. അപ്പൊ ഒരാൾക്ക് ഡൗട്ടോ, ഉസ്താദ് ഇപ്പുറത്ത് വരയില്ലല്ലേ? ഞാൻ വെച്ച അപ്പുറത്തേക്കേ പോണം. എന്നൊരു അഭിപ്രായ പ്രകാരം നിന്റെ വീടിന്റെ മുൻവശത്തുള്ള, വലതുവശത്തുള്ള, ഇടതുവശത്തുള്ള, പിൻവശത്തുള്ള 40 വീട് എത്രയായി? എന്റെ കൂടെ ഇല്ല, 160 പുരക്ക. ഈ ജമാഅത്തിൽ 400 ചില്ലറ പേരുണ്ട്. അപ്പൊ എന്തായാലും അയൽവാസികളായിരിക്കുമല്ലേ. ഒരാളെ മനസ്സിന്റെ വേദനക്ക് നീ കാരണമായാൽ പോയി, ദുനിയാവും പോയി, ആഖിറവും പോയി. ഈയിടെ കുറച്ച് ദിവസം ഇപ്പൊ അംബാനിക്കില്ല, കുറെ അദാനിക്കില്ല. അംബാനിനെ ഓവർടേക്ക് ആക്കുന്നുണ്ട് അദാനി, അദാനിനെ ഓവർടേക്ക് ആക്കുന്നുണ്ട് അംബാനി. ഇതേ പണി കുറെ ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുകളും ബാധ്യതകളും ഉള്ളതുപോലെ, പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് നമുക്ക് കടപ്പാടുകളും ബാധ്യതകളും ഉള്ളതുപോലെ, പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, നാമുമായി ബന്ധപ്പെടുന്ന കുടുംബക്കാരോടുള്ള കടപ്പാടുകളും ബാധ്യതകളും ഉള്ളതിനേക്കാൾ അപ്പുറമുള്ള കടപ്പാടാണ് ആരോട്? നമ്മുടെ അയൽവാസികളോട്. ആ ഒരു കടപ്പാട് നീ എങ്ങാലും പാലിച്ചില്ല എങ്കിൽ പോയി, ദുനിയാവും പോയി, ആഖിറവും പോയി. ഭാര്യ മക്കളെക്കാളും കുടുംബത്തെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഏറ്റവും കൂടുതൽ പുലർത്തേണ്ട ഒരു കടപ്പാടാണ്, ബാധ്യതയാണ് അയൽവാസി എന്ന ബാധ്യത. അതല്ലേ ലോകത്തിന്റെ നേതാവ് ഒരു അത്ഭുതകരമായ ഹദീസിൽ ഈ സമൂഹത്തോട് പഠിപ്പിക്കുന്നത്. ഇന്നേ വരെ കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. ആരോഗ്യരോട് ദൈവിക സന്ദേശത്തിനെ അല്ലാതെ ലോകത്തോട് വിളിച്ചു പറയാത്ത ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് വേണ്ടത് 4 കാര്യങ്ങളാണ്. 4 കാര്യം. എന്ത് കുറെ തോട്ടുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, ഗൾഫിൽ മോനുണ്ട്, അങ്ങനെ നമുക്കൊന്നും പ്രശ്നമില്ല.
ഇത് തീരുമ്പോ ഇന്നത്തെ രാത്രി നീ പോയാൽ നിനക്ക് തരുന്നത് 300 രൂപയുടെ കഫംപട മാത്രം. പിന്നെ നിന്റെത് നിന്നില്ല. നമ്മുടെ നാളേക്ക് എന്തും വെക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ള പറയാണ്, 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ വിജയമാണ്. ഞാൻ ചോദിക്കട്ടെ, മുട്ടത്തോടിയുടെ ഈ മനോഹരമായ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വിജയമുണ്ടോ? എത്ര പേരാണ് ഓരോ വെള്ളിയാഴ്ച ഉസ്താദേ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഒരുപാട് പരാതികൾ പറഞ്ഞ് കറാമത്തിന്റെ കനകകൊട്ടാരങ്ങൾ പണിഞ്ഞ മഹാനായ സയ്യിദവറുകളും പരിശുദ്ധമായി പള്ളിയിലും നേർച്ച നേരുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങളാ, ദുരിതങ്ങളാ, കഷ്ടപ്പാടുകളാ. ഇന്നും ഇതാ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ഇൽമിന്റെ സദസ്സാണല്ലോ, ദുആ ചെയ്യണം ഉസ്താദേ, കടങ്ങളായി കൈവലഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുകയാണ്. നഊദു ബില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ വിജയമില്ലാത്തത്? 4 കാര്യങ്ങളില്ലാത്തത് കൊണ്ടാ നിന്റെ ജീവിതത്തിൽ വിജയമില്ലാത്തത്. ആ 4 കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നാമത്തെ കാര്യം ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, അൽ മർഅതു സ്വാലിഹാ. ഈ പരിശുദ്ധമായ വിജ്ഞാനവേദിയുടെ പള്ളിപ്പറമ്പിൽ അല്ലാഹുവേ പടച്ചവനെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവൾ അല്ലാഹനെ പേടിക്കുന്ന പെണ്ണാണ്, 5 നേരം നിസ്കരിക്കുന്ന പെണ്ണാണ്, ഖുർആൻ ഓതുന്ന പെണ്ണാണ്, ഇബാദത്തുകൾ ചെയ്യുന്ന പെണ്ണാ. സിനിമ, സീരിയൽ, റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സരിക്കാത്ത നിന്റെ പ്രിയപ്പെട്ടവളാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോനേ അത് നിന്റെ ജീവിതത്തിന്റെ വിജയമാണ്. നിനക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇസ്ലാം ദീനിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരടാ നിന്റെ ഭാര്യ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കൊണ്ടുവന്നവരുടെ കൈകളിൽ ഏൽപ്പിക്കാനുള്ളവൾ മാത്രമല്ല, സന്തോഷത്തിന്റെ ദാമ്പത്തിക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളവളല്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ദൈഹിക സുഖത്തിന് വേണ്ടി മാത്രമുള്ളവളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാര്യ നിനക്ക് സ്വർഗ്ഗം വാങ്ങി തരാനുള്ളവളാണ്. നിന്റെ ജീവിതത്തിന്റെ വിജയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, മോനേ നിനക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയോ? പലരും പറയാറുണ്ട്, ഉസ്താദേ എന്റെ മക്കളാണ്. അല്ല പ്രിയപ്പെട്ടവരെ, എന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണല്ല പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വാഹനമാണ്, എന്റെ അന്തസ്സുള്ള കൊട്ടാരമാണ്, 2 നിലയുള്ള ഭവനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമേ, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, മോനെ ഈ മുട്ടത്തോടിയിലുള്ള ഏറ്റവും വലിയ ഭാഗ്യവാനാരാണെന്നറിയോ? സ്വാലിഹത്തായ ഭാര്യ കിട്ടിയ മനുഷ്യനാ. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ നല്ല ചുണ്ട് വിളപ്പുള്ള പെണ്ണല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല സൗന്ദര്യമുള്ള പെണ്ണല്ല, മനസ്സിന്റെ സൗന്ദര്യമുള്ള പെണ്ണാണ്. നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന പെണ്ണ്, ഇബാദത്തുമായി ബന്ധപ്പെടുന്ന പെണ്ണ്, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ടവള്, പാതിരാ സമയത്ത് നിന്നെ തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കുന്ന പെണ്ണ്, നിന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും വേദനകളിലും നിന്നോട് താങ്ങായി തണലായി നിൽക്കുന്ന പെണ്ണ്, നിനക്കൊരു വേദന വരുമ്പോ വീട് വിട്ട് ഇറങ്ങി പോകുന്ന പെണ്ണവളിൽപ്പെട്ടവളല്ല. നിന്റെ പ്രയാസങ്ങൾക്ക് തുണയായി നിൽക്കാത്ത പെണ്ണവളിൽപ്പെട്ടവളല്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾ സിനിമയും സീരിയലും ഒഴിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനബോധത്തോടുകൂടി ജീവിക്കുന്ന പെണ്ണാണ്. റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സരിക്കാത്ത പെണ്ണ് ഈ സദസ്സിലിരിക്കുന്ന നിന്റെ ഭാര്യയാണെങ്കിലും മോനെ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഫഇന്ന മിന്നുന്നല ഉന്മാ. ഈ മുട്ടത്തോടിയിലല്ല, ഈ കാസർഗോഡ് ജില്ലയിലെന്നല്ല, ലോകത്ത് തന്നെ നിന്നെ പോലൂത്ത ഭാഗ്യവാനില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരെങ്കിലും ഇങ്ങനെ എന്നെ വിളിച്ചങ്ങനെ നമ്മൾ അടി കൊടുക്കുമല്ലേ? ആരാ സ്വാലിഹത്തായ ഭാര്യ? ഹബീബായ പ്രവാചകൻ പറയാണ്, ഇതാ അനലർത്തൈലിഹാ അസറത്തുക. നീ നോക്കുമ്പോൾ എന്നെ ഭയങ്കര ടെൻഷനിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിൽ പോയി വീട്ടിൽ കയറുമ്പോ അല്ലേ വലിയ പുലി പോലെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന പെണ്ണല്ല. പിന്നെ
നോക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എത്ര പേർക്ക് സന്തോഷമാണെന്ന് കൈവക്കിയ? സന്തോഷമാണ്. ഓളെ നോക്കുമ്പോൾ ഓളെ അങ്ങനെ ആയിരിക്കണം അല്ലേ? ചില ഭാര്യമാർ അടുത്ത് പോകുമ്പോൾ മീൻ മാർക്കറ്റിലേക്ക് പോയതുപോലെ അല്ലേ? അല്ല മൂത്രയും അത് ഇത് കച്ചരയായിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്. എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ നന്നായാലാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വിജയം കിട്ടുക. അവനെത്ര കടക്കാരനായാലും, എത്ര വലിയ സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവനായാലും, എത്ര ബുദ്ധിമുട്ടുകൾ നേരിടുന്നവനായാലും, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവള് നല്ല പെണ്ണ, നീ ബച്ചവായി, നീ എത്തുന്നിടക്കെത്തി. രണ്ടാമതായി പറയുകയാണ് ജീവിതത്തിന്റെ വിജയം അൽ മസ്കനുൽ വാസി, വിശാലമായ ഒരു വീട്. വിശാലമായ വീട് എന്ന് പറഞ്ഞാല് 4 ആളുകൾ താമസിക്കുന്ന വീട്, നിയമസഭാ മന്ദിരം പോലെ കെട്ടിയിടപ്പെട്ട കൊട്ടാരം പോലത്തെ വീടിനെ കുറിച്ചല്ല ഈ പറഞ്ഞേ. പിന്നെ ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 2 മക്കളുണ്ട്, ഭാര്യ ഭർത്താവ്, ആ വീട്ടിൽ 4 റൂമാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ഭാര്യക്കും ഭർത്താവിന്, ഒന്നൊരു മോന്, പിന്നൊന്ന് മോൾക്ക്, മറ്റൊന്ന് നിന്റെ പ്രിയപ്പെട്ട അതിഥിക്ക് 5ാമത്തെ ഒരു റൂം അത് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, 4 ആളുകൾ താമസിക്കുന്ന വീടിന്റെ അകത്തളത്ത് ഒരു 5ാമത്തെ റൂം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഫഹുവ ലിശ്ശൈത്വാൻ, ആ വീട്ടിൽ വന്ന് ശൈത്താൻ കുടികൂടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം. പൈസ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടലല്ല കൊട്ടാരം പോലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട് എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ വിജയമാണ്. അതുകൊണ്ടാണ് കുറ്റിയടിക്കാനും പാല് കാച്ചാനൊക്കെ നല്ല നല്ല സമയങ്ങൾ ചോദിക്കുന്നത്. വീട് കെട്ടിയതിന് ശേഷം എത്രയോ ഉയരങ്ങളിലേക്ക് എത്തിയ പേരുണ്ട്. 3ാമതായി പറയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, അൽ മർക്കബുൽ ഹനി, നല്ല ഒരു വാഹനം, അത് ജീവിതത്തിന്റെ വിജയമാണ്. നല്ല വാഹനം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഇടവന്ന് അതിനെ തള്ളാൻ 4 ആൾ വേണം. അവിടെ സ്റ്റാർട്ട് ബന്ധായി, പിന്നെ ഒപ്പാസ് പോയി, അതിനെ സ്റ്റാർട്ട് ബന്ധായി, ഇങ്ങനെ തള്ളാനും പിടിക്കാൻ, അങ്ങനത്തെ വാഹനമല്ല അല്ലേ? അല്ലെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വണ്ടിയല്ല ഈ പറഞ്ഞത്, മറിച്ച് നിന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുന്ന നല്ല ഒരു വാഹനം. അപ്പോ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് വേണ്ടത് ഒരു സ്വാലിഹത്തായ ഭാര്യ, ഒരു നല്ല വീട്, ഒരു നല്ല വാഹനം. 4ാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് വേണ്ടത് അൽ ജാറുസ്വാലിഹ്, അൽ ജാറുസ്വാലിഹ്, സ്വാലിഹായ അയൽവാസി. എന്റെ അയൽവാസി സ്വാലിഹല്ല ഉസ്താദ്, അവൻ പള്ളിക്ക് വരുന്നില്ല, അങ്ങനെ അതല്ല, ഓന് സ്വാലിഹാവണമെന്നല്ല അതിന്റെ അർത്ഥം. നിന്റെ കാരണം കൊണ്ട് ഓന് ആരാവട്ടെ, അവിടെ മതമില്ല, ജാതിയില്ല, അവിടെ വർണ്ണമില്ല, ഭേദമില്ല, നിന്റെ കാരണം കൊണ്ട് ഒരു വേദന പോലും അവന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊണ്ട് നിനക്ക് വിജയം കിട്ടും. അവനെ കൊണ്ട് വിജയം കിട്ടും. അതുകൊണ്ടാണ് പല ആളുകളും വീട് വിൽക്കുമ്പോൾ ഭയങ്കര ബേജാറ്. ഇപ്പൊ മുന്നാൻ തന്നെ ഒരാൾ പറഞ്ഞു എന്നോട്, ഉസ്താദെ ദ്വാരക്കണം, വീട് കച്ചവടമാവനെ. അപ്പൊ ദ്വാരക്കാൻ അയാൾ പിന്നെ പറയുന്നത്, ഓന് മനസ്സില്ല ഈ കച്ചവടം ഉസ്താദെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരുപാട് കാലം ജിബ്രീൽ മുത്തുനബിയുടെ സവിധത്തേക്ക് കടന്നു വന്നല്ലോ. 23 വർഷങ്ങളോളം അല്ലാഹുവിന്റെ റസൂലിന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ നേതാവിന്റെ സവിധത്തേക്ക് ജിബ്രീൽ വന്നപ്പോൾ ആദ്യമായി പറയുന്നത് അയൽവാസിയുടെ കാര്യമാണ്. നിന്റെ അയൽവാസിയെ സൂക്ഷിക്കണേ, തങ്ങളെ നിങ്ങൾക്കുള്ള അയൽവാസിയെ ഒരുപാട് ബഹുമാനിക്കണേ, ആദരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ പേടിച്ചു പോയി. എന്തെന്നറിയോ? എന്റെ വാപ്പയെക്കാളും എന്റെ ഉമ്മയെക്കാളും എന്റെ കുടുംബത്തെക്കാളും എന്റെ പ്രിയപ്പെട്ടവരെക്കാളും കടപ്പാടുകൾ, ബാധ്യതകൾ എന്റെ സ്വഹാബത്തിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണമല്ലോ, അയൽവാസികളെ കുറിച്ച് പറയണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, എന്റെ സ്വന്തം പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ പോലെ അന്നഹു സയുവരിസുഹു, എന്റെ അയൽവാസിക്കും അനന്തരം കൊടുക്കണമെന്ന് ഞാൻ പേടിച്ചു പോയി, സ്വത്തവകാശം കൊടുക്കണമെന്ന് പേടിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയപ്പെട്ടവരെ, ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കാനുള്ളവരല്ല, വീട്ടിലേക്കുള്ള വെള്ളം മുടക്കാനുള്ളവരല്ല, മരണം വെച്ച പാവപ്പെട്ട അയൽവാസികളെ, എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കാനുള്ളതല്ല, അവരുടെ വേദനകളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ സന്തോഷിക്കാനുള്ളവരല്ല. നമ്മുടെ അയൽവാസി നമ്മുടെ വിരൽ തുമ്പ് പിടിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടവനാണ്. ആ അയൽവാസിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പ്രിയപ്പെട്ട അയൽവാസികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരായെന്ന്
എന്നറിയോ? നിന്റെ അയൽവാസികളുടെ കടപ്പാട് പാലിക്കുന്നത് പോട്ടെ, നിന്റെ അയൽവാസിയുടെ ബാധ്യതകൾ പാലിക്കുന്നത് പോട്ടെ, മറിച്ച് നിന്റെ ഒരു അയൽവാസി നീ ബഹുമാനിക്കുന്നില്ലേ? നിന്റെ അയൽവാസി നീ ആദരിക്കുന്നില്ലേ? അക്രിം ജാറക വലൗ കാന കാഫിറാ. അവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, അവിടെ സംഘടനയില്ല, അവിടെ പാർട്ടിയില്ല, മറിച്ച് ഈ മുട്ടത്തോട് പള്ളിയിലേക്ക് 3 പടക പന്തുണിയുമായി നീ വരുമ്പോ എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടേണ്ടവരാണ്. എല്ലാവരും നിനക്ക് യാസീൻ ഓതേണ്ടവരാണ്. എല്ലാവരും ഒരു നോക്ക് കാണേണ്ടവരാണ്. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, നീ യഥാർത്ഥ മുഅ്മിനാണോ? നീ വിശ്വാസിയാണോ? നീ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നിന്റെ തൊട്ടടുത്ത അയൽക്കാരൻ അവിടെ കാഫിർ എന്നില്ല, അവന് ക്രിസ്ത്യാനി എന്നില്ല, അവിടെ മതമില്ല, വർണ്ണമില്ല, ജാതിയില്ല, സംഘടനയില്ല, പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, തർക്കങ്ങളില്ല, വൈരുദ്ധ്യങ്ങളില്ല. അവന് നീ ബഹുമാനിക്കുന്നില്ലേ? അവനിക്ക് വേണ്ടുന്ന സേവനങ്ങൾ നീ ചെയ്തു കൊടുക്കുന്നില്ലേ? നിനക്ക് ഈമാനില്ലടാ, നിന്റെ ഹൃദയത്തിൽ ഈമാനില്ല, നിനക്ക് ഈമാന് കത്തുന്ന ഈമാനില്ല, നീ യഥാർത്ഥ മുഅ്മിനേ അല്ല. മുട്ടത്തോടിയിലുള്ള മുസ്ലിമിനോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ 160 വീട്ടുകാരെ നിങ്ങളുടെ അയൽവാസികൾ എന്ന് പറയുമ്പോ എത്ര പേര് എന്റെ പ്രിയപ്പെട്ടവരവരുടെ കടപ്പാടുകൾ പാലിച്ചു? ഇന്ന് പരസ്പരം ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. താനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളും സ്വന്തം ജീവിതത്തിന് മാത്രം വേണ്ടുന്ന വഴികൾ കണ്ടെത്തുക വഴി ഒരു വീട് വെച്ച് ആ വീടിനൊരു ചുറ്റുമതിൽ കെട്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെ അവിടെ നടക്കുന്നത് പോലും അറിയാതെ തൊട്ടടുത്ത അയൽക്കാരന്റെ വീട്ടിൽ വലിയ ഒരു വിപത്ത് നടന്നിട്ട് പോലും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുമ്പോ, വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും കാര്യങ്ങൾ കൈമാറുമ്പോ, വിദേശ രാജ്യത്തിൽ നിന്ന് ഫോൺ വിളിച്ചു പറയുമ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ എവിടെ എത്തി മുസ്ലിമേ നമ്മുടെ ബന്ധങ്ങൾ? പലരും പറയാറുണ്ട്, ഒരു പെരുന്നാളിന്റെ ദിവസം ഖതീബന്മാർ പ്രസംഗിക്കുമല്ലോ, ബന്ധങ്ങളെ തകർക്കല്ലേ, ബന്ധങ്ങളെ വിച്ഛേദിക്കല്ലേ എന്ന് പറയുമ്പോ, ഉസ്താദേ ഇല്ല 10 കൊല്ലമായി ഉസ്താദേ ഞാൻ അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ചെറിയ തർക്കമാണ് ഉസ്താദ്, അവനോട് ഞാൻ മിണ്ടൂല്ല, അവനോട് ഞാൻ സംസാരിക്കൂല്ല, അവന് പാപപ്പെട്ടവനാണ്, അവൻ മിണ്ടാതെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു ചാടുകളോട് അഹംഭാവത്തോടുകൂടെ ജീവിക്കുന്ന മുസ്ലിമേ, പാവപ്പെട്ട അയൽവാസി തകർക്കാൻ വേണ്ടി മാരണം ചെയ്യുന്നവരെ, പാവപ്പെട്ട അയൽവാസി വേദനിപ്പിക്കുന്നവരെ, പാവപ്പെട്ട അയൽവാസിയുടെ കണ്ണീരൊപ്പാത്തവരെ, അവന്റെ വേദനകളിൽ അവിടെ നിന്ന് സന്തോഷിക്കുന്നവരെ, അയൽവാസിയുടെ പുരോഗതികളിൽ വേദനിക്കുന്നവരെ, അയൽവാസിയെ തകർക്കാൻ വേണ്ടി നോക്കുന്ന മുസ്ലിം. അതുകൊണ്ട് മുസ്ലിമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസത്തിന്റെ ദുനിയാവാണ്, നൈമിഷികമായ ദുനിയാവാണ്. എപ്പോഴാണ് നമ്മുടെ അടുത്ത് അസ്രായീൽ വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ പെങ്ങള്. രാത്രിയുടെ തലയണ മന്ത്രത്തിലെ കുശുമ്പുകളോട് തന്റെ ഭർത്താവിനോടൊപ്പം അയൽവാസികളോട് പിണങ്ങിക്കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, അള്ളാന്റെ പൊരുത്തമില്ല പെണ്ണേ നിനക്ക്. അള്ളാഹുവിന് നിന്റെ ഇബാദത്ത് വേണ്ട, നിന്റെ ദുഹാ വേണ്ട, നിന്റെ തഹജ്ജുദ് വേണ്ട, നിന്റെ ഖുർആൻ ഫാത്തിമ ബീബി തൻ കൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണക്കാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മദീന പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ പടിവഴിച്ച് തളർന്നു കിടക്കുകയാണ്. മദീന പള്ളിയുടെ ചാരത്തുള്ള തന്റെ ചറ്റപ്പര കൊണ്ടുപോലും മൊയ്ത്തപ്പന പോലെ കൊണ്ട് പൊതിഞ്ഞു പോയ ആ പരിശുദ്ധ വീടിന്റെ അകത്തളത്ത് തളർന്നു കിടക്കുകയാണ്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചു ഓടി വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ലല്ലോ, പടച്ചവന്റെ മുത്തു ഹബീബിനെ കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അസ്സലായ റസൂലല്ലാഹ്, നബിയെ നിസ്കരിക്കാൻ സമയമായി, നബിയെ നിസ്കരിക്കാൻ സമയമായി നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വയ്യാ ബിലാലേ, വയ്യാ ബിലാലേ, എനിക്ക് തീരെ വയ്യ, പനി പിടിച്ച് ഞാൻ തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറ പ്രിയപ്പെട്ട ബിലാലേ. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കണ്ടം വിടരുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീന പള്ളിയിൽ പ്രവേശിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, മുത്തു നബി എവിടെ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ? പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിൻ പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ,
മുത്തുനബി തങ്ങളെ പനി പിടിച്ച് തന്റെ അവസാനത്തെ വേളയാണ്, തളർന്നു കിടക്കുകയാണ്. സ്വഹാബത്തിന് അറിയില്ല ഇനി ജമാഅത്തിന് മുത്തുനബി പങ്കെടുക്കാനില്ല എന്നറിയില്ല. പനി പിടിച്ച് തളർന്നു കിടന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം സ്വഹാബത്തിനോട് പറയുമ്പോ സ്വഹാബത്തുകൾ ഒന്നടങ്കം ബഹളമുണ്ടാക്കാൻ തുടങ്ങുകയാണ്, പൊട്ടിക്കരയുകയാണ്. മദീനയിലേക്ക് പോയവർക്കറിയാമല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് പരിശുദ്ധ റൗളക്ക് ചാരത്താണ്. ആ വീട്ടിലാണല്ലോ മുത്തുനബിയെ മറമാടിയത്. ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. മക്കളെക്കാളും ഉറ്റവരെക്കാളും ഭാര്യമാരെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പൊട്ടിക്കരയുമ്പോൾ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ ഒരു സമാശ്വാസനം തരണം റബ്ബേ, സ്വഹാബത്തിനോട് എനിക്കൊന്ന് കണ്ടവരോ സമാധാനിപ്പിക്കണമല്ല. അല്ലാഹു ഒരു സമാശ്വാസനം കൊടുത്തപ്പോ, നേരിയ ഒരു ആശ്വാസം ആ പനിക്ക് കൊടുത്തപ്പോ ഫദ്ൽ ഇബ്നു അബ്ബാസിന്റെയും മഹാനായ അലിയാർ തങ്ങളുടെയും തോളത്ത് കൈയിട്ട് നടന്നു മദീന പള്ളിയിലേക്ക് ലോകത്തിന്റെ നേതാവ് പോവുകയാണ്. മദീന പള്ളിയിലേക്ക് റസൂലുള്ള പോയി. എന്നിട്ടും ആ മിഹ്റാബിന്റെ അകത്തളത്തുള്ള മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ കയറുകയാണ്. അസ്രായിലാണെങ്കിലോ മദീന പള്ളിയുടെ ഉമ്മരപ്പടിയിൽ കാത്തു നിൽക്കുകയാണ്. ആ മദീന പള്ളിയുടെ ഉമ്മരപ്പടിയിൽ കാത്തു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട അസ്രായിലിനെ മുഖവിലക്കെടുത്തുകൊണ്ട് കണ്ടുകൊണ്ട് തന്റെ അവസാനത്തെ പ്രസംഗമാണ് എന്റെ പ്രിയപ്പെട്ടവരെ മദീന പള്ളിയുടെ മിമ്പറിൽ നടക്കുന്നത്. അല്ലാഹുവേ, പടച്ചവരെ, റസൂലുള്ളാഹ് മിമ്പറിൽ കയറി എത്ര കാര്യങ്ങൾ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വരെ വരുന്ന കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ആ ഹബീബ് ഇന്നേക്കിലൂടെ പറഞ്ഞിട്ട് 1400 വർഷങ്ങൾ പിന്നിട്ട് പോയെങ്കിലോ ആ ഹബീബിന് ലോകാവസാനം വരെ തന്റെ ഉമ്മത്തിന് എത്ര ഉപദേശിക്കാനുണ്ടാവും. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ ഉപദേശങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. എല്ലാ വിഷയത്തിലും ഇപ്പോ ഇവിടെ ഖതീബന്മാർ, ഞാൻ ഇത് ആക്ഷേപിക്കല്ല, വരുമ്പോ ഭയങ്കര നിബന്ധന, എന്ത് ഉസ്താദേ ഇവിടെ നിഷ്പക്ഷമായിരിക്കും. ഓക്കെ, നിഷ്പക്ഷ ആയിരിക്കും ഖതീബിന് മാത്രം. ഞമ്മ തമ്മിൽ അടിച്ചിട്ടേ അല്ലേ, ഞമ്മ ഗുൽമാലാക്കിയിട്ട് ആരാരെ കുർപ്പാത്ത് പറഞ്ഞിട്ട് ഞമ്മ പരസ്പരം ഞമ്മ എന്ത് വേണം ചത്തോന്നു. പിന്നെ നിങ്ങൾ നിഷ്പക്ഷം. എത്ര കാലം എന്നെ നിഷ്പക്ഷാക്കും നിങ്ങൾ? ഞാനെവിടെ പോയാലും എന്റെ ഉത്തരവാദിത്വം ഭംഗിയായി ഇതുവരെ അൽഹംദുലില്ലാ എല്ലാ മഹല്ലത്തിലും. ഇപ്പൊ കഴിഞ്ഞ വർഷം പയ്യന്നൂരിൽ അവർക്ക് വിടാൻ മനസ്സിലായി, പിന്നെ ഞാൻ എങ്ങനെ കഴിച്ചലായിട്ട് വന്നതാ, ഒരു ബുദ്ധിമുട്ടാക്കിയില്ല. ഞമ്മ അയൽവാസികള്, ഞമ്മ കുടുംബക്കാർ, ഞമ്മ തച്ചോളം, ഞമ്മ അടിച്ചോളം, നമ്മളെ പണ്ടേ നാട്ടിലുള്ളത്. നിങ്ങൾ നിഷ്പക്ഷത. എനിക്ക് ഉപദേശം ഞാൻ നിങ്ങളോട് പറയാണ്, അന്ന് എനിക്ക് നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിഷ്പക്ഷമാവണം. മയ്യത്തിന് ചുമല് കൊടുക്കേണ്ടവരാ നിങ്ങള്. ഒരു നാട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഐക്യപ്പെടേണ്ടവരാണ് നമ്മൾ. ഈ ഉമ്മത്ത് തകർന്നു പോയത് എങ്ങനെ? NRCയും പിന്നെന്ത് CAA ഇതെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് കയറ്റിയെന്ത് ഓന്റെ അപ്പുറത്തവനും ശരിയില്ല. നമ്മൾ ഐക്യം തുടങ്ങേണ്ടത് എവിടെ നിന്നറിയോ? നമ്മുടെ അയൽവാസിയുടെ മുറ്റത്ത് നിന്നാണ്. നമ്മുടെ ബന്ധങ്ങളെ നമ്മള് ഊട്ടി ഉറപ്പിക്കേണ്ടത് എവിടെന്ന്? നമ്മുടെ വീട് മുറ്റത്ത് നിന്ന്. വീട്ടിൽ ഐക്യപ്പെട്ടു അയൽവാസികളുടെ. അങ്ങനെ ഒരു 100-160 പേരക്കാർ എല്ലാരും. ഈ നാട് എന്തൊരു മനോഹരം! ഒരു ഉമ്മപ്പറ്റ മക്കളെ പോലെ സ്വർഗത്തിൽ പോണ്ടേ. ഈ തർക്കിച്ചിട്ട്, ഈ പിണങ്ങിയിട്ട്, ഈ ചൊടിച്ചിട്ട്, ഈ പ്രയാസങ്ങളോ ഈ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിച്ച് നിന്റെ സ്പിരിറ്റും നിന്റെ എല്ലാവിധ മോശത്തരങ്ങളും കാണിച്ച് അവസാനം നാട്ടുകാർ പറഞ്ഞു പോയത് നല്ല ഉസ്താദ്. ഇങ്ങനെ പറഞ്ഞ മഹലുണ്ട്. പണ്ട് ഭയങ്കര പോയതുകൊണ്ട് നാട് ഒരു ഉഷാറായി. എന്താ ചോദിച്ചാൽ അപ്പൊ പറയുന്നത് അങ്ങനെ പാരുന്ന ഉസ്താദെ പണ്ട്. അങ്ങനെ പറയുന്ന ഒരു മയ്യത്താവണം നിങ്ങൾക്ക്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ ഒരു അയൽവാസി വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ മഹാന്മാർ പറയാണ്, കൂടുതൽ വേണ്ട നീ അടിക്കാൻ, ഇടിക്കാനോ, മാട്ടാക്കാനോ, മന്ത്രാക്കാനോ ഒന്നും പോണ്ട. അത് സന്തോഷാണ്. അല്ല നിനക്ക് ദിനിയാവരും പൊരുത്തപ്പെടല, ആഖിറത്തും. പിന്നെ അവന്റെ മയ്യത്ത് കിടത്തിയതിന് ശേഷം എല്ലാം പൊരുത്തപ്പെട്ടിയോ ഈ മനുഷ്യന്? ഈ പൊരുത്തപ്പെടുന്ന ആളെന്നെ അവനോട് പിണങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പൊരുത്തപ്പെടേണ്ട ആളെന്നോട് കടന്നിട്ടില്ല. പിന്നെ ആര് പൊരുത്തപ്പെടാൻ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ മഹാന്മാർ പറയാണ്, ഇദാ റമൈത ഖൽബ ജാരിക ഫഖദ് ആദീത ജാറുക. നിന്റെ അയൽവാസി നിവേദനിപ്പിക്കണ്ട. ഒരു നായ, അയൽവാസിയുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു നായ. നായ എന്ന് പറഞ്ഞാല് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. മക്കളെ, ഒരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. അത്രയും മോശപ്പെട്ട ജീവി നായ. പന്നി നോക്കിയാൽ പന്നിനെ തിന്നാളുണ്ട്, നായനെ തിന്നാളില്ല.
അത്രയും മലീമസമായ ജീവിയാകുന്ന നായ, ആ നായ നിന്റെ വീട് മുറ്റത്തേക്ക് കടന്നു വരുമ്പോ ഒരു കല്ലെടുത്തിട്ട് ഒരു ഏറത്, ആ കല്ലെറിഞ്ഞത് ആർക്കെന്നറിയോ? നിന്റെ അയൽവാസിയുടെ നെഞ്ചകത്തേക്കാണ്. നിനക്ക് സ്വർഗ്ഗമില്ല, നിന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. ഒരു കോഴി വന്നു, കന്നുകാലികൾ വന്നു, നിന്റെ അയൽവാസിയുടെ വീട് മുറ്റത്താണ്, നിന്റെ അയൽവാസിയുടെ വീടുകളുടെ മുറ്റത്ത് നിന്നാണ് വരുന്നത്. വളരെയേറെ ദേശത്തോടുകൂടി അതിനെ കെട്ടിയിട്ടു, അടിച്ചു, കല്ലെറിഞ്ഞു. എന്നാൽ നിന്റെ ദുനിയാവും പോയി, ആഖിറവും പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അയൽവാസി വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വർഗം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ വിജയം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിന്റെ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മന്നാദാ ജാറഹു ഫഖദ് ആദാനി. നിന്റെ പ്രിയപ്പെട്ട അയൽവാസി നീ വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ വേദനിപ്പിക്കലിനോട് തുല്യമാണ് എന്ന് ആലോചിക്കുക. നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് നീ വഴിമുടക്കിയാല് അത് മദീന റൗള ഷരീഫിലേക്കുള്ള വഴി മുടക്കിയതുപോലെ. നിന്റെ അയൽവാസിയെ കുറിച്ച് നീ ഗീബത്ത് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി, ഇത് റസൂലുള്ളാഹിനെ ഗീബത്ത് പറഞ്ഞതുപോലെ. ആലോചിച്ച് നോക്ക്, നമുക്ക് അല്ലാഹു രക്ഷ തരുമോ? നമുക്ക് അല്ലാഹു ബച്ചവാവാനുള്ള ഒരു അവസരം തരുമോ? ഒരു അയൽവാസി നീ വേദനിപ്പിച്ചാൽ ഡയറക്റ്റായി അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കും പോലെയാണ്. അപ്പൊ നിങ്ങൾ ഈ നാട്ടിൽ നിന്റെ തൊട്ടടുപ്പുറത്തെ വീട്ടുകാരനെ വേദനിപ്പിക്കുമ്പോൾ, അവന്റെ കഷ്ടപ്പാടുകൾക്ക് തുണയാവാതിരിക്കുമ്പോൾ നീ വിചാരിക്കണ്ട ഞാൻ ഉസാറായി, റസൂലുള്ളാഹിനെ വേദനിപ്പിക്കും പോലെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണോ, മന്നാദാനി ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ അത് അല്ലാഹുവിനെ വേദനിപ്പിക്കലാണ്. അപ്പോ ഒരു അയൽവാസി നിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള 160 വീട്ടുകാരെ നീ വേദനിപ്പിച്ചാൽ അല്ലാഹനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വേദനിപ്പിക്കലായി. പിന്നെ എന്തിനാ നിന്റെ ഇബാദത്ത് പിണങ്ങിക്കിടന്ന അല്ലാഹ്ക്ക്? പിന്നെ എന്തിനാ നിന്റെ ഖുർആൻ അല്ലാഹ്ക്ക്? പിന്നെ എന്തിനാ നിന്റെ സുഹൃതങ്ങൾ അല്ലാഹ്ക്ക്? അല്ലാഹ് നിന്നോട് പിണങ്ങിക്കിടക്കുകയല്ലേ? നിന്റെ സ്വലാത്ത് എന്തിനാണ് പെങ്ങളെ? മുത്തു റസൂലുള്ളാഹിക്ക്. കാരണം മുത്തു റസൂലുള്ളാഹിക്ക് നിന്നോട് പിണക്കമല്ലേ? ഒരിക്കലും ആവരുത് മുസ്ലിമേ. ഇങ്ങനെയുള്ള നൂറുകണക്കായ വേദികളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുൽ കരീം ഫൈളി വഅലിന് പോകുമ്പോ പാലക്കാട് ജില്ലയിലുള്ള ഒരു സഹോദരനെ ഞാൻ ഓർത്തു പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ചെറുപ്പക്കാരൻ ഒരു വഅലിന്റെ വേദി പാലക്കാട് ജില്ലയിൽ വഅല് കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ ഞാനൊന്ന് മരിക്കാൻ നിങ്ങളെ ദുആ ചെയ്യണം ഉസ്താദ്. വലിയ ഒരു അത്ഭുതകരമായ വസിയത്ത്. ഞാൻ സംഘാടകരോട് ചോദിച്ചു, വല്ല വട്ടുമുണ്ടോ, വല്ല ബുദ്ധിമുട്ടുമുണ്ടോ, വല്ല സങ്കടവും ഇവനിക്കുണ്ടോ? ആ സമയത്ത് സംഘാടകരുടെ കണ്ണ് നിറയുകയാണ്. അടുത്ത് വിളിച്ചു പറഞ്ഞു, ഉസ്താദ് ഒരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാലോ. സംസാരിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനെ പറഞ്ഞത് എന്തെന്നറിയോ? ഉസ്താദേ ഉസ്താദേ ഞാൻ വെറുതെയല്ല ഉസ്താദേ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ പറയാൻ കാരണമുണ്ട് ഉസ്താദ്. നല്ല സുഖലോലുപമായ കുടുംബമായിരുന്നു എന്റെ കുടുംബം, റാഹത്തുള്ള കുടുംബമായിരുന്നു ഉസ്താദേ. സന്തോഷത്തിന്റെ പേമാരികൾ പെയ്തിറങ്ങുന്ന കുടുംബമായിരുന്നു ഉസ്താദേ. എന്റെ കുടുംബത്തിലുണ്ടല്ലോ 10 മാസത്തിൽ 9 പേരും മരിച്ചുപോയി ഉസ്താദ്. വർഷങ്ങൾക്കുള്ളിൽ 9 പേർ മരിച്ചുപോയി ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, എന്താടാ നീ പറയുന്നേ? വല്ല അപാകതകളിലാണോ, വല്ല ദുരൂഹതയുള്ള മരണമാണോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരനും പറഞ്ഞ മറുപടി, എന്റെ മുട്ടുമുട്ടത്തോടിയിലുള്ള ഉമ്മ, നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിൽ പാഞ്ഞു കയറട്ടെ. ആ ചെറുപ്പക്കാരന് പറയുകയാണ്, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട വാപ്പ വലിയ ധനാഢ്യനായിരുന്നു. കോടിക്കണക്കായ സമ്പത്ത് അല്ലാഹ് കൊടുത്തപ്പോ എല്ലാ ഐശ്വര്യങ്ങളെയും കൈനീട്ടി വാരിയ വാപ്പയാണ്. ആ പ്രിയപ്പെട്ട വാപ്പാന്റെ ഉയർച്ചകളും പുരോഗതികളും കാണുമ്പോ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങൾക്ക് മാരണം ചെയ്തതാ, ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങൾക്ക് മാട്ടം വെച്ചതാ.
കണ്ണ് നിറഞ്ഞുപോയി. പള്ളിയുടെ ചാരത്തുള്ള 2 നിലയുള്ള കൊട്ടാരം പോലൂത്ത വീട് കാണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ പറയുകയാണ്, അതേ വീട്ടിൽ നിന്നാണ് ഉസ്താദ് എന്റെ ഉമ്മ മരിച്ചത്, വാപ്പ മരിച്ചത്, എന്റെ പെങ്ങള് മരിച്ചത്, എന്റെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയത്. പരക്കമറ്റാത്ത മക്കളടക്കം യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ കുസുമങ്ങളും കുടിഞ്ഞു പോയി. ഇന്ന് ഒറ്റപ്പെട്ട് ഞാൻ ഈ വീടിന്റെ അകത്തളത്ത് കിടക്കുകയാണ് ഉസ്താദ്. മാരക രോഗം പിടിപെട്ടുകൊണ്ട് എല്ലാവിധ വേദനകളും സഹിച്ച് കോടിക്കണക്കായ സമ്പത്തിന്റെ മുകൾ ഭാഗത്ത് എന്റെ അയൽവാസികൾ ചെയ്ത മാരണത്തിന്റെ പേരിൽ ഞാൻ തകർന്നു പോയിരിക്കുകയാണെന്ന് പറയുമ്പോ നമ്മുടെ ജീവിതവും അങ്ങനെയല്ലേ? നമ്മുടെ അയൽവാസികളുടെ സന്തോഷത്തിൽ നമ്മളെ വേദനിക്കുന്നവരാ, പാവപ്പെട്ട അയൽവാസിയെ തകർക്കാൻ നോക്കുന്നവരാ, പാവപ്പെട്ട അയൽവാസിയുടെ പുരോഗതികളിൽ വിഷമിക്കുന്നവരാ, അവന്റെ സന്തോഷത്തിൽ പങ്കാളികളാവാത്തവരാ, അവനെ എന്തെങ്കിലും കുശുമ്പുണ്ടാക്കി അവന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോലും തൽപരപ്പെടുന്നവരാണ്. ഇല്ല മുസ്ലിമേ, ഇല്ല, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല മുസ്ലിമേ, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമെന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, ഈ സദസ്സിലുള്ള ഒരാൾ അവന്റെ അയൽവാസിയോട് പിണങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് പിണക്കത്തിലാണ്, അല്ലാഹു നിന്നോട് പിണക്കത്തിലാണ്. വേണ്ട ഉമ്മ നിന്റെ നിസ്കാരം പഠിച്ചവന്, വേണ്ട ഉമ്മ നിന്റെ സ്വലാത്ത് പഠിച്ചവന്, വേണ്ട ഉമ്മ നിന്റെ ഖുർആൻ പഠിച്ചവൻ അല്ലാഹു നിന്നുമായി അവിടെ ഒരു മൂടി വെച്ചിരിക്കുകയാണ്, ഒരു തടസ്സം വെച്ചിരിക്കുകയാണ്. പഠിച്ചവന് നിന്റെ എല്ലാ ഇബാദത്തുകളും തള്ളിക്കളയാനുള്ള ഒരു കർട്ടൻ, ഒരു മറ അല്ലാഹു വെച്ചിരിക്കുകയാ. എപ്പോഴാണോ നിന്റെ അയൽവാസിയോട് നീ ഇണങ്ങുന്നത്, എപ്പോഴാണോ പുഞ്ചിരിക്കുന്നത്, എപ്പോഴാണോ ഒരു സലാം പറയുന്നത്, അന്ന് അല്ലാഹു നിന്റെ പേരിൽ തടഞ്ഞു വെച്ച കവാടങ്ങളെ മൂടികളെ ഒന്നടങ്കം തുറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന് കുറെ പണിയില്ല. ഇന്ന് ആധുനിക ലോകം മൊബൈൽ എടുക്കുക, ഇന്ന് പോയിട്ട് വാട്സാപ്പിൽ അസ്സലാമു അലൈക്കും ഇപ്പൊ പറയണ്ടല്ലോ, ചോന്നതും കറുത്തതെല്ലാം ഉണ്ടല്ലേ, ഇങ്ങനെയാക്കി അയച്ചു, അങ്ങനെയാക്കി അയച്ചു. എന്നാലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഓൻ്റെ പോയി, നീ രക്ഷപ്പെട്ടു. ഒരു ഫോൺ കോൾ വിളിച്ച് അസ്സലാമു അലൈക്കും, പ്രായത്തല്ലേ, കുറെ കൊല്ലായില്ലേ തുടങ്ങിയിട്ട്, ഉസ്താദിന്റെ വാത് കേട്ടിരുന്നല്ലേ, എന്റെ മനസ്സൊന്ന് നന്നായി, ഞാൻ ഒന്ന് കണ്ടുമുട്ടാലോ, എനിക്ക് കണ്ടുമുട്ടിട്ട് അപ്പുറത്തവനെ കുറ്റം പറയണ്ട. ഇന്ന അവസ്ഥ തന്നെ. രണ്ടാളാ എനിക്ക് കുറെ മറ്റവനെ എണ്ണാനുണ്ടാവും, അതൊന്നും പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വലിയ പ്രാസംഗികനായി വഅദ് പറഞ്ഞിട്ട് അവസാനം എല്ലാം വഅദ് കഴിഞ്ഞപ്പോൾ പറയും, ഇനി ദുആരക്കാൻ പോകും. ഒരു കണ്ടീഷൻ, എന്ത്? എല്ലാരും പോയി, എല്ലാരും ഇരിക്കും, പക്ഷേ ഒരു വിഭാഗം ആളുകൾ മാത്രം ഇരിക്കാൻ പാടില്ല. എന്ത്? ഒരു വിഭാഗം ആളുകൾ ഇരിക്കരുത്, ഇതുവരെ പ്രസംഗം കേട്ടല്ലേ പോയിക്കോളി. എന്തേ കാരണം? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആരാത്? അപ്പൊ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അയൽവാസി വേദനിപ്പിച്ച ഒരാൾ ഈ സദസ്സിലുണ്ടോ, അല്ലാഹു ദുആഇന് ഉത്തരം ചെയ്യൂല. ഒരു ഗ്ലാസ് ചായക്ക് ഒരു തുള്ളി മൂത്രം വീണത് പോലെയാണ് അയൽവാസി വേദനിപ്പിച്ചവൻ. കുടിക്കോ? അത്ര പവറുണ്ട് അയൽവാസി. നമ്മൾ പലരും അറിയാത്തതാണ് അവരുടെ ബാധ്യതകളും കടപ്പാടുകളും. അവരോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് കടപ്പാടുകളുണ്ട്, ഒരുപാട് അവരുമായി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഒരു സൂഫി വര്യനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സംഭവ കഥകൾ പറയുന്നിടത്ത് ഒരിടത്ത് പറയാണ്, അയാളുടെ വീട്ടിൽ ഭയങ്കര, പണ്ട് ഓടിന്റെ മാടല്ലേ, ഭയങ്കര എലിയുടെ ശല്യം ശക്തമായി, ഭയങ്കര എലി. നമ്മെന്താക്കും? എലി കൂടി, ഇപ്പൊ എലി ഇല്ലല്ലേ, ഇപ്പൊ എലിനെ കാണാനൊക്കെ കൊതി അല്ലേ? എലി ഉണ്ടായിപ്പോ മറ്റേ ബാർപ്പന്റെ വരക്ക് എലി വരുന്ന എന്തായാലും മാഷാ അല്ലാഹ്. പിന്നെ ഇവിടെ എലി ഉണ്ടാവും, മറ്റേ ആനയുണ്ടാവും, കുറച്ചപ്പുറവേ അല്ലേ? അപ്പോ നമ്മളെന്ത് ചെയ്യും? എന്നാൽ ഒരു പൂച്ചയെ പോറ്റും, അല്ലെങ്കിൽ ഒരു എലിപ്പെട്ടി വെച്ചിട്ട് അതിനെ കൊല്ലാൻ നോക്കും, എലിപ്പാശന വെച്ചിട്ട്. ഇയാൾ നേരെ ഭയങ്കര എലി തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി ചോദിച്ച്, ഭയങ്കര എലിയുടെ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇയാൾ പറഞ്ഞു, നീ എന്ത് ഭ്രാന്തൻ, എന്ത് ഒരു പൂച്ചയെ നിനക്ക് പറ്റിക്കൂടെ? ഒരു പൂച്ചയെ പറ്റും, പ്രശ്നം തീർന്നു. അപ്പൊ ഇയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പൂച്ചയെ പോറ്റാം, പക്ഷെ ഈ പൂച്ച നേരെ എന്റെ വീടിന്റെ മച്ചിയിൽ കയറി ഒരു എലിയെ പിടിക്ക് തിന്നാൻ വേണ്ടി ഓടിക്കുമ്പോ അത് തെറ്റിച്ചിട്ട്, അതിന്റെ വായ്ക്കകത്ത് നിന്ന് തെറ്റിച്ച് നിന്റെ വീട്ടിൽ വന്നാൽ, അത് എന്റെ പുരന്ന് വന്ന എലിയല്ലേ, നിന്നെ ശല്യം ചെയ്താൽ അതിന്റെ ഉത്തരവാദി ഞാനല്ലേ, അതുകൊണ്ട് എന്റെ സ്വർഗം നഷ്ടപ്പെടൂല്ലേ?
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ ഗൗരവമാണ്. ഏതുവരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഒരു ദിവസം അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധ മദീനയുടെ മണൽപ്പരപ്പിലേക്ക് വിളിക്കുകയാണ് യുദ്ധത്തിന് പോകാൻ. തന്റെ സ്വഹാബത്തിന് വിളംബരം ചെയ്തപ്പോ സ്വഹാബത്ത് ഒന്നടങ്കം എല്ലാവരും ഒരുങ്ങി വരികയാണ്. പടച്ചവനെ മദീനയുടെ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞങ്ങളെല്ലാവരും ഒരുങ്ങി വന്നിരിക്കുകയാണ്. റസൂലുള്ള പെട്ടെന്ന് എടുത്തു ചാടൂല്ല, എല്ലാവരോടും മുഷാവറ ചെയ്യും. ഏത് കാര്യമാണെങ്കിലും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യണം. ഒറ്റ അഭിപ്രായമായി കൂടാ. ഒരുപാട് പഠിക്കാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ഏതുവരെ നീ ഒരു ഡ്രസ്സ് ധരിക്കുമ്പോൾ പോലും നിന്റെ ഭാര്യയോട് ചോദിക്കണം, ഇതെങ്ങനെണ്ടേടി? മുഷാവറ, എല്ലാത്തിനും മുഷാവറ അല്ലേ? അള്ളാഹു പണ്ട് ആദം നബിയെ പടക്കുമ്പോ മലക്കുകളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ ആദമിനെ പടക്കട്ടാ? അള്ളാഹ് ചോദിക്കേണ്ട ആവശ്യം? അള്ളാഹ് അറിയില്ലേ ഈ ആദം നബിയെ പടച്ചാൽ എന്താവും, എന്ത് സംഭവിക്കും? മലക്കുകളോട് ചോദിച്ചു. എല്ലാ കാര്യത്തിലും മുശാവറ ചെയ്യണം, കൂടിയാലോചന ചെയ്യണം. അതാണ് ജമാഅത്ത് കമ്മിറ്റി. അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയിലാണ് യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിന്റെ സഹായം എന്നെന്നും നിലനിൽക്കുന്നത്. മുഷാവറയില്ലാത്ത ഒരു പ്രവർത്തനാണെങ്കിൽ, ഞാൻ പറഞ്ഞത് തന്നെ ശരി, പലർക്കുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുക ഉണ്ട് ഉസ്താദ്, നിന്നെ പോലത്തെ ഹംകന് ലോകത്തില്ല. ഞാൻ പറഞ്ഞത് അവസാന വാക്ക് പലർക്കുണ്ട്, കുടുംബത്തിലും അതുപോലെ ഏതൊരു സംഘടനയിലും. അങ്ങനെ അതുണ്ടാവാൻ പാടില്ല. അവസാന വാക്ക് മുഷാവറ ചെയ്തിട്ടായിരിക്കണം, അല്ലാതെ ഓന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ട് ബാക്കിയെല്ലാം പാസ്സാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ കാര്യങ്ങളും കൂടിയാലോചന നടത്തി തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയാണ്, എല്ലാവരും ഒരുങ്ങിയല്ലോ, നമുക്കിനി യുദ്ധത്തിന് പോകാം. തയ്യാറെടുപ്പ് നടത്തുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ നിറം മാറുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ നിറം മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ നിന്നുള്ള ഒരാളെ മെല്ലെ ഇങ്ങനെ നോക്കി. ഒരു കൂട്ടത്തിലിരിക്കുമ്പോ ഒരാളെയും പതിയത്താക്കരുത്, അവനെ നാണം കെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വഹാബിയുടെ മുഖം മെല്ലെ ഇങ്ങനെ നോക്കി പറഞ്ഞു, ലാ യുസാഹിബുനൽ യൗമ മൻ നാദാ ജാറഹു. ഇന്നത്തെ ദിവസമുണ്ടല്ലോ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോ അയൽവാസി വേദനിപ്പിച്ച ഒരാളെ ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരല്ലേ? സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ആരാ? അബൂബക്കറുള്ള, ഉമറുള്ള, ഉസ്മാനുള്ള, അലിയാർ തങ്ങളുള്ള പല പ്രമുഖന്മാരായ സ്വഹാബത്തുള്ള ആ കൂട്ടത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇന്നത്തെ ദിവസം അയൽവാസി വേദനിപ്പിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്, ആ സദസ്സിലുള്ള ഒരാൾ ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരല്ലേ? അത്ഭുതപ്പെട്ടു സ്വഹാബത്ത്. എല്ലാരും എന്ത് വേണ്ടിയാലും ബാളെന്നെ എടുക്കുന്നു. ആര് പറയുന്നു? ഇയാളെ ബാള് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് പേടി, എല്ലാവരും പറയാൻ പേടി. ഡിസ്കസ് ചെയ്തപ്പോ ആരില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നമുക്ക് പിരിഞ്ഞു പോകാം, യുദ്ധം വേണ്ട. കാരണം അയാളെ ഞങ്ങൾ കൊണ്ടുപോയാൽ യാത്രയിൽ ബറക്കത്തില്ല, ഞങ്ങളെ പോയ കാര്യം പരാജയപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ അങ്ങനെ പറയുമ്പോ അല്ലാഹുവേ, ആ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ഞാനൊരു കാര്യം ചെയ്തു പോയി നബി, അത് പറയാനാ നിന്നത്, അത് പറയാനാ ഞാൻ കൈപൊക്കിയത്. സ്വഹാബത്തിനോട് മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താടാ നീ ചെയ്തത്? അയാൾ പറയുന്ന മറുപടി, അന ബുൽതു ഫീ ഹായി തിജാരിയാ ഹബീബല്ലാഹ്, ഞാൻ ചെയ്തതെന്തെന്നറിയോ? ഇന്നലത്തെ ദിവസം അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ പള്ളി ഇറങ്ങി വെള്ളിയിട്ട് ഇറങ്ങി പോകുമ്പോ എന്റെ വീടിലേക്ക് കടന്നു പോകുന്ന വഴിമധ്യേ ഞാൻ എന്റെ അയൽവാസിയുടെ കമ്പൗണ്ടിന്റെ തൊട്ടടുത്ത് മൂത്രിച്ചു പോയി നബിയേ. ആ മൂത്രത്തിൽ നിന്നുള്ള ഒരു തുള്ളി മൂത്രമുണ്ടല്ലോ, അവിടെ കാണുന്ന ചുറ്റുമതിൽ അഥവാ കമ്പൗണ്ടിലേക്ക് തിരിച്ചു പോയി നബിയേ. ആലോചിച്ച് നോക്കിയേ, മൂത്രിക്കുമ്പോ ഒരു തുള്ളി മൂത്രം അപ്പുറം തിരിച്ചുപോയി. എല്ലാ സ്വഹാബത്തും നോക്കി, ഇത് ചെറിയ വിഷയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അയൽവാസി വേദനിപ്പിച്ചവനാണ്.
അതേ നീ വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ ലാ തുസാഹിബുനൽ യൗം, ഇന്നത്തെ ദിവസം യുദ്ധത്തിന് വരല്ലേ, വന്നാൽ പോയി. എന്ത് ഒരു തുള്ളി മൂത്രം ധരിച്ചപ്പോൾ കൊടുത്ത പ്രതിഫലം. നമ്മളാലോചിക്കുക, നമ്മളെ വേസ്റ്റേജും കച്ചരയും എല്ലാം കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്നത് നമ്മുടെ അയൽവാസിയുടെ വീട് മുറ്റത്താണ് അല്ലേ? വേസ്റ്റേജുകൾ അടക്കം എത്ര ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ അയൽവാസികൾ ശപിക്കുന്നത്. മതി, ആ ഒരു ശാപം മതി. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സമയം അധിഗമിക്കുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ ഒരു കടപ്പാടും കൂടി പറഞ്ഞു. പറയാലോ പറയുന്നവർ ഇരിക്കാൻ മനസ്സിലായി, നാളെ പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കടപ്പ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു അയൽവാസിയും നാവ് കൊണ്ട് ഇടങ്ങിയിറാക്കരുത്. ഇതാര് ചെയ്യുന്നത്? ഇത് പെണ്ണുങ്ങളുടെ ഇടയിലാണ് അധികവും. എന്ത്? രാവിലെ ഭർത്താവ് വീട് വിട്ട് 7 മണിക്ക് 8 മണിക്ക് പണിക്ക് പോയാൽ വരുന്നത് രാത്രി 9 മണിക്കോ 8 മണിക്കോ. ആ സമയത്ത് നമ്മളെ നഫീസാത്തയും അതുപോലെ ആയിഷാത്ത എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലെ ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലിരുന്ന് സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ ലോകത്തുള്ള വാട്സപ്പ് പെണ്ണുകളെ കിട്ടിയാൽ മതി, ഞാൻ ചെല്ലണ്ട, തുടങ്ങി അത് എത്തി മൊത്തം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിനെ കുറിച്ച് സ്വഹാബത്ത് പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം സ്വഹാബത്തിനെ പോലും മറികടക്കുന്ന ഇബാദത്താണ് ആ ഉമ്മയുടെ ഇബാദത്ത്. ആ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ ഇന്ന ഫുലാനതൻ തുദ്കറു മിൻ കസറതി സ്വലാത്തിഹാ വസിയാമിഹാ. എന്ത് നിസ്കാരം നബി, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ നിസ്കാരം. എന്ത് നോമ്പ് നബിയേ, എന്ത് ഖുർആൻ നബിയേ, എന്ത് ഇബാദത്ത് നബിയേ, എല്ലാം പറഞ്ഞു. പാതിരാത്രിയുടെ യാമങ്ങളിൽ മുട്ടത്തോടിയുടെ വീടിന്റെ കത്തളത്തിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അല്ലാഹുവേ ഭർത്താവിനെയും മക്കൾക്കും വേദനയാവാത്ത രീതിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുട്ടത്തോടിയിലെ ഉമ്മ, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഉമ്മ, ഖുർആൻ ഓതുന്ന ഉമ്മ, കേട്ടോ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഒരുപാട് നിസ്കരിക്കുന്ന പെണ്ണ്, ഖുർആൻ ഓതുന്ന പെണ്ണ്. ഇതെല്ലാം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വല്ല കുറവുകളും അവൾക്കുണ്ടോ? വല്ല കുറവുണ്ടോ? അപ്പൊ പറഞ്ഞെന്തറിയോ? ഗൈറ അന്നഹാ തുദി ജാറഹാ ബിലിസാനിഹാ യാ റസൂലല്ലാഹ്. നബിയേ, രാവിലെ എഴുന്നേറ്റാൽ എല്ലാ ഇബാദത്തും കഴിഞ്ഞ് നാസ്ത കഴിഞ്ഞ് വീടിന്റെ വരാന്തയിൽ നിന്ന് അപ്പുറത്തെ പെണ്ണിനെ 4 കുത്തല് കുത്തും. കുത്തലും വടി കൊണ്ട് കുത്തുന്നല്ല, എന്തെങ്കിലും കുത്തുവാക്ക്. റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹിയ ഫിന്നാർ, ഓളെ ഇബാദത്ത് ബോക്കായി, ഓളെ നരകത്തിലാണ്. അപ്പൊ ഇബാദത്ത് കൊണ്ട് ആരും സ്വർഗത്തിലേക്ക് കടക്കില്ല. പിന്നെ ഒരു കുറിനെ കുറിച്ച് പറഞ്ഞു, കുറച്ച് അത്യാവശ്യം നിസ്കാരം, അത്യാവശ്യം നോമ്പ്, ഫർദായ കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണ്. റസൂലുള്ളാഹി ചോദിച്ചു സ്വഹാബത്തിനോട്, എന്താ പെണ്ണിന്റെ പ്ലസ് പോയിന്റ്? ആ പെണ്ണ് ലാ തുദി ജാറഹാ ബിലിസാനിഹാ യാ റസൂലല്ലാഹ്, ഒരു വേദനയും ഒരു വിഷമവും വിഷമിപ്പിക്കില്ല. ഹിയ ഫിൽ ജന്ന, അവളെ ഇബാദത്തല്ല, അവളെ നാവ് സൂക്ഷിച്ചല്ലോ, അവൾ സ്വർഗത്തിലാണ് അല്ലെ? ഒരാളെ ഉദാഹരണം പറയാം, ഏതോ ഒരു പുറത്തെ നാട്ടുകാരനെ ഒരാൾ ഒരു ഗീബത്ത് പറയുന്നു. അങ്ങനെ ഗീബത്ത് പറയുന്നതിനേക്കാൾ 10 ഇരട്ടി കടുപ്പമാണ് നിന്റെ അയൽവാസിയെ ഗീബത്ത് പറഞ്ഞ അല്ലെ? 10 ആളെ ഗീബത്ത് പറയുന്നതിനോട് തുല്യമാണ്. അതാണ് അയൽവാസി അല്ലെ? ഈ അയൽവാസിയാണ് നാളെ നമ്മുടെ സ്വർഗത്തിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള അയൽവാസികളാക്കി നമ്മുടെ അയൽവാസി അല്ലാഹു മാറ്റട്ടെ. ആമീൻ. ഉസാറില്ല ഉസ്താദ്, ഇപ്പോഴേ പിടിഞ്ഞിനി പോലെ, ഇനി ആടെയും വേണ്ട, ഞാൻ വേറെ എടുക്കാൻ പോയിക്കോളാം. ഒരാൾക്ക് ഇത് ടെൻഷൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഹബീബായ പ്രവാചകൻ പറയാണ്, മുന്നാദാ ജാറഹു വലൗ ബികലിമത്തിൻ വാഹിദാ, ഒരു വാക്ക് കൊണ്ട്, കൂടുതൽ വേണ്ട, നിന്റെ അയൽവാസിയുടെ മനസ്സ് വേദനയാവുന്ന എന്തെങ്കിലും ഒരു വെറുപ്പോട് കൂടെ ഒരു വാക്ക് നീ പറഞ്ഞു, ഒരു വാക്ക്, ഒരു കലിമത്ത്. 2 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അഖ്റജല്ലാഹു റൂഹു മിൻ ഗൈരി ഷഹാദാ, നീ മരിക്കുമ്പോൾ നിനക്ക് ഈമാൻ അല്ലാഹു തരൂല്ല. ഷഹാദത്ത് കലിമ പറയാൻ അല്ലാഹു നിനക്ക് അവസരം തരില്ല. അത് അങ്ങാടിയിലാവട്ടെ, ബജാറിലാവട്ടെ, പള്ളിയിലാവട്ടെ, അല്ല വീട്ടിലിരുന്നാവട്ടെ. എന്റെ പ്രിയപ്പെട്ട, ഒരു വാക്കുകൊണ്ട് നീ വേദനിപ്പിച്ചാൽ ഈമാനോടുകൂടെ നിനക്ക് മരിക്കാൻ കഴിയൂല. നീ അവിടെ നിന്ന് ചത്തുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ
നിന്നെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഹബീബായ പ്രവാചകൻ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ആ മനുഷ്യന്റെ പരിശുദ്ധമായ നാക്ക് നെഞ്ചകത്ത് വീണ് പട്ടിയെ പോലെ അവന് ചത്തുപോവുകയാണ്. മരിക്കുന്ന സമയത്ത് 7 സമുദ്രത്തിന്റെ വെള്ളം പോലും കുടിച്ചാൽ തീരാത്തതാ. സകറാത്തിന്റെ വേദനയുണ്ടല്ലോ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, അവസാനത്തെ ദിവസത്തിന്റെ പദപ്രഭാഷണത്തിൽ നമുക്കത് പറയാം. അത് വല്ലാത്ത ഒരു വേദനയാണ്, അത് വല്ലാത്ത ഒരു സങ്കടമാണ്, അത് വല്ലാത്ത ഒരു വിഷമമാണ്. അപ്പോഴല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് വരുന്നത്. കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ പാടിയിരുന്ന വെറുതെ പാട്ടല്ല ഇത്, മറ്റേ മഹാനാ ബദരീങ്ങളുടെ മാലയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ ഇങ്ങനെ പാടാൻ കാരണം എന്താ? അവർക്കറിയാം അതിന്റെ ഗൗരവം. ഇന്ന് നിന്റെ ഭാര്യ റിമോട്ടും കുടിച്ചിട്ടല്ലേ സുബ്ഹാന ജല്ല ജല ഓർ നിസ്കരിക്കാൻ പോന്നപ്പോ എഡലീസ് വരും, ഖുർആൻ ഓതാൻ പോന്നപ്പോ വാക്യ സൂറത്ത് 2.5 മിനിറ്റ് എഡലീസ് ഉണ്ടാവും അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ ഉമ്മമാർ അങ്ങനെ ആയിരുന്നില്ല. അവർ മാലയും പാടും രക്ഷപ്പെട്ടു. പുഞ്ചിരിയോടുകൂടെ മണവാട്ടികളായി പള്ളിപ്പറമ്പിൽ അവർ കിടക്കുകയാണ്. ഈമാനില്ലാതെ ചത്തുപോണ ഒരു അയൽവാസിയുടെ വേദന നിനക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട നിങ്ങൾ ഇനിയെങ്കിലും നന്നായില്ല എങ്കിൽ, ഒരു അയൽവാസിയുടെ മനസ്സിന്റെ വേദനയും സങ്കടവും പ്രയാസവും നിങ്ങൾക്ക് അറിഞ്ഞില്ല എങ്കിൽ, ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോയി. ഇബാദത്ത് വേണ്ട, സ്വർഗ്ഗമില്ല, ജീവിതത്തിൽ വിജയമില്ല, ഒരു അമല് പോലും അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹയെ വേദനിപ്പിച്ചു, റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചു. ഇപ്പൊ പറഞ്ഞ് മരിക്കുമ്പോൾ ഈമാനില്ലാതെ ചത്തുപോവും. മാത്രമല്ല, നായയെ പോലെ പേപ്പട്ടിയെ പോലെ ചത്തു കിടക്കേണ്ട അവസ്ഥ വരും. അപ്പൊ നമ്മുടെ ജീവിതം തന്നെ ഒരു അയൽവാസിയാണ്. മനോഹരമായ ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം മദീനത്ത് പള്ളിക്കാട്ടിലൂടെ റസൂലുള്ളാഹിയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ഒരു ബഹളം കേട്ടു. പള്ളിപ്പറമ്പിൽ നിന്ന് ഭയങ്കര ഒരു ബഹളം, വല്ലാത്ത ഒരു ഒച്ചപ്പാട്. വിശാലമായ മദീന പള്ളിപ്പറമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. സങ്കടത്തോടെ കൂടെ വേദനയോടുകൂടെ മഹാനായ ഉമറിനെ വിളിച്ചു പറഞ്ഞു, ഉമറേ, ആരുടെ പള്ളി ഖബർസ്ഥാനമാണ്, ആരുടെ ഖബറാണെന്ന് പോയി അന്വേഷിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓടിയിട്ട് പറഞ്ഞു, നബിയേ, അത് വല്ലാത്ത ഒരു ഖബർ. അതേ സ്പീഡിൽ ഓടി പൊട്ടിക്കരഞ്ഞു കൊണ്ടുവന്ന് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് 5 നേരം നിസ്കരിച്ച, ഇബാദത്ത് ചെയ്ത, സുഹൃതങ്ങൾ ചെയ്ത, ആരാധനകൾ ചെയ്ത ഒരു നല്ല മനുഷ്യന്റെ ഖബറാണ് നബിയേ. റസൂലുള്ളാഹിന്റെ കണ്ണുകളും നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ ഉമറിന്റെ വിരൽ തുമ്പ് പിടിച്ച് പറയുകയാണ്, ഉമറേ, നമുക്ക് ആ ഖബറിന്റെ അടുത്ത് പോയി മുട്ടുകുത്തിയിരുന്ന് യാസീനോദി ദുആ ചെയ്യാം. യാസീനോദാന്ന് വലിയൊരു വിഷയമാണ്. ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം നിന്റെ വാപ്പാന്റെയോ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി ഒരു യാസീനോദി ദ്വാരന്നാല് 2 ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടല്ലോ. നമ്മൾ സലാം പറയാൻ ടൈമില്ല. അസ്സലാമു അലൈക്കും പറയുമ്പോൾ ഉസ്താദെ 2ാം ദുആ കഴിഞ്ഞിട്ട് പ്രസംഗം ആക്കണം, 1ാം ദുആ കഴിഞ്ഞിട്ട് ആർക്ക് ഇത് വരക്കുന്നത്? ആർക്ക് വേണ്ടി? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളാക്കി മാറ്റി ഒരു തിരക്കും കൂട്ടാതെ എത്രയോ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് പള്ളിപ്പറമ്പിന്റെ പരിശുദ്ധമായ ആ മണ്ണറ കൂടിന്റെ അകത്തളത്ത് എന്റെ മോൻ എനിക്ക് എന്ത് തരും അല്ലേ? എത്ര ഉസ്താദുമാർ ദ്വാരന്നാലും, എത്ര ആലിമീങ്ങൾ ദ്വാരന്നാലും, ഒരു ഒരു മകന്റെ മനസ്സിന്റെ നെഞ്ചുരുകിയ വേദനയോടുള്ള ദ്വാണ്ടല്ലോ, അത് ഒരു ഉസ്താദിനും ദ്വാരക്കാൻ കഴിയില്ല, ഒരാൾക്കും. അതുകൊണ്ടല്ല മയ്യത്ത് നിസ്കാരത്തിന് ആലിമീങ്ങളെ സയ്യിദന്മാരെ നിർത്തണം എന്നല്ല പറഞ്ഞേ. അസബക്കാർ മകനായിരിക്കണം. ആ മോന്റെ മനസ്സിൽ വരും, പഠിച്ചോനെ, എൻ്റെ വാപ്പ എന്നെ താലോലിച്ച വാപ്പ, എത്ര വയസ്സുകളായാണെങ്കിലും
അല്ലേ? ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോയി. 97 വയസ്സായ ഒരു ഉപ്പ മരണപ്പെട്ടു പോയി. ഞാൻ മുമ്പുള്ള ഒരു മഹല്ലത്തിൽ മരണപ്പെട്ടു പോയി. മകൻ എത്ര വയസ്സ്? സാധാരണ 75 എല്ലാവും. ഇയാൾ കരയുന്നു. 97 വയസ്സായ ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് നിന്ന്, ചാരത്ത് നിന്ന് 75 വയസ്സായ മരിക്കാൻ അടുത്ത, ഞാൻ വിചാരിച്ച ഇയാൾ അനിയന്, മകനാ, കരയാ. ആ മനസ്സുരുകിയിട്ടുള്ള ഒരു ദ്വാ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ദ്വായാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, അങ്ങനെ ഒരു മയ്യത്ത് നിസ്കരിക്കുന്ന മോനെ നമുക്ക് വേണ്ടേ? ഇത് കൊറോണ വന്നപ്പോ അല്ലെ, നല്ല ഐഡിയ പഠിച്ച് നമ്മൾ ആണുങ്ങളും നമ്മൾ കുട്ടികളും. കൊറോണ വന്നപ്പോൾ മക്കൾക്ക് മദ്രസ ഇല്ല, വയസ്സുള്ള ആൾക്ക് നിബന്ധനല്ല ഉസ്താദെ. ഈ നിബന്ധന പോയിട്ട് എത്ര കാലായി? ഇപ്പൊ നിങ്ങളെ ചാൻസ്, വീണ്ടും കൊറോണ വരുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ മകൻ വഴിപിഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദി മുഴുവനും നീയാ. ദീന് പഠിപ്പിക്കാത്ത മക്കൾ ഒരിക്കലും നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. ഏത് വേദികളിൽ പോയാലും ഉസ്താദേ എൻ്റെ മോനെ നന്നാവണം, ദ്വാരക്കണം. നന്നാവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകൾ നിങ്ങൾക്ക് ഒരുക്കി തരാം. +2 വരെ താഴെ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വെച്ചാലോ? ഇല്ല, എൻ്റെ മോക്ക് പറ്റില്ല. അല്ല, അരപ്പാ പിടിപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്കൂളിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അയക്കുന്നവരാ. പെൺപിള്ളേരെ 7ാം ക്ലാസ് ബെൽത്തായി ഉസ്താദ്, പിന്നെ അവള് ചെറുതായി കൊണ്ടുവന്നു. ബെൽത്തായി എന്ത്? അത് വേറെ അർത്ഥാണ്. എത്ര ക്ലാസ്? 7ാം ക്ലാസ് ആകുമ്പോൾ ബെൽത്തായി അല്ലേ? അതേ സമയത്ത് ഇതേ മോളെ മഫ്ത ധരിച്ച്, പർദ ധരിച്ച്, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന പരിശുദ്ധമായ കലാലയങ്ങളിലേക്ക് വരുന്ന പൊന്നുമോളെ അകറ്റി നിർത്തി ഔറത്ത് കാണുന്ന രീതിയിൽ കലാലയങ്ങളിലേക്ക് അയക്കുന്ന ഈ പൊന്നുമോള്, നീ മരിച്ചു കിടന്നാലും നിനക്കൊരു യാസീൻ പോലും ഓതാനുണ്ടാവില്ല. നിന്റെ മക്കൾ, എന്റെ ചുരുങ്ങിയ പക്ഷം ഒരു മയ്യത്ത് നിസ്കരിക്കുന്ന പൊന്നുമോനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ നേട്ടം ഇൻഷാ അല്ലാഹ് അവസാനത്തെ ദിവസം ഞാൻ പറയാം. പേടിപ്പിക്കാൻ വിട്ടതല്ല. ഖബറിലെ ആദ്യ രാത്രി അത് എപ്പോഴാണ് നമുക്ക് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഈ വഅദ് പറയുന്ന എൻ്റെ അവസ്ഥ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ, എൻ്റെ പ്രിയപ്പെട്ടവരാർക്കും അറിയില്ല. ഒരു മകന്റെ മനസ്സുരുകിയ പ്രാർത്ഥന, അത് നിന്റെ പരിശുദ്ധ ഖബറിലേക്ക് എത്തിയാൽ എന്ത് പാപം ചെയ്തവനായാലും നിനക്ക് അവസാനമായി തരുന്ന മയ്യത്ത് നിസ്കാരത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മകന്റെ മനസ്സുരുകി ദ്വാ വന്നാൽ നീ വെച്ചവായി. എന്ത് പാപം ചെയ്താലും അള്ളാഹ് പുറത്തു തരും. എന്നെ ഇനി ഇമാമിനോട്, ഉസ്താദേ ഞാൻ നിക്കട്ടാ, ഞാൻ ഇത് ഡാൻസിങ് കളിക്കണ്ട, നീ എന്നെ നിൽക്കേണ്ടത്, അതിന് അവകാശം ചോദിക്കേണ്ടതില്ല. തൽക്കീനടക്കം അത് ഉസ്താദ് ഓതണം. ഉസ്താദല്ല, നിന്റെ വാപ്പാക്ക് നീ പറഞ്ഞു കൊടുക്കുന്നത്. കൈ നീ ഓത്. വാപ്പാ, നിങ്ങളുടെ അടുത്ത് എന്നെ പോറ്റി താങ്ങായി എനിക്ക് തണലായി നിന്ന വാപ്പ, നിങ്ങളുടെ അടുത്ത് മലക്ക് വരും. നിങ്ങളുടെ അടുത്ത് മലക്ക് വരും വാപ്പ, ചോദിക്കും വാപ്പ. താരാട്ട് പാടുന്ന ആരവത്തോടുകൂടെ നിങ്ങൾക്ക് ഖബറിന്റെ അകത്തളത്ത് പറയണം വാപ്പ, അല്ലാഹു റബ്ബി. അമൻ നബിയൊക്കെ ഇങ്ങനെ ചോദിക്കും. ഒമായിമ, പണ്ടൊരാൾക്ക് സംശയം തോന്നി, ഉസ്താദേ ഇമാം ആരും ചോദിച്ചാൽ ഞാൻ എന്ത് പറയണോ? ഞങ്ങളുടെ പള്ളിയിൽ കുറേ ഇമാമിങ്ങൾ വന്നിന് പണ്ട്. അപ്പോൾ ഏത് ഇമാമിനെ ഞാൻ പറയണ്ടേ? കുറേ കൊല്ലം നിന്ന ഇമാമ, കുറച്ച് കൊല്ലം നിന്ന ഇമാമ. ആ ഇമാമല്ല, ഖുർആനാണ് ഈ പറയുന്ന ഉദ്ദേശം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ മദ്രസ കലാലയങ്ങളിലേക്ക് ഉമ്മമാരെ താല്പര്യമെടുത്ത് അയക്കണം. അത് നിങ്ങളുടെ ബാധ്യത, അത് നിങ്ങളുടെ കടപ്പാട്. നിങ്ങളെ മദ്രസയിലേക്ക് മക്കളെ അയക്കാതെ ആ മക്കളെങ്ങാലും വഴിപിഴച്ച് തെരുവ് തെണ്ടികളായാൽ നിന്റെ ദിനിയാവും പോയി, ആഖിറവും പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ 3 പ്രാവശ്യം പറഞ്ഞ ഉമ്മക്കാവും പിന്നെ ഉപ്പക്ക. 3 പ്രാവശ്യം ആർക്ക്? ഉമ്മാക്കന്നെ. എന്തിനേറെ അവസാനത്തെ വാക്ക് പോലും പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്. ഉമ്മാന്റെ കാൽ സ്പർശം ഏൽക്കാതെ നിനക്ക് സ്വർഗത്തിന് പോകാൻ കഴിയില്ല. എന്താ അത്ര പവർ നിങ്ങൾക്ക് തന്നെ? ഫുഡടി കൊടുത്തതുകൊണ്ടാ? അല്ല മുലപ്പാൽ കൊടുത്തത് കൊണ്ടോ? അല്ല, അത്രയും വലിയ മഹത്വം നിനക്ക് ദീൻ കൽപ്പിച്ചു. പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വെള്ളിയാഴ്ച നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്താൽ 2 ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കത്തേക്ക് പോണ്ട, ഹജ്ജിന്റെ കൂലി കിട്ടി. എല്ലാ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, അത് ആരുടെ ഖബറാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്,
മുത്തുനബിയേ, അതിന്നാലിന്നവർ ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കിയ, സ്വർഗത്തിന്റെ ടിക്കറ്റ് പോലും എടുത്ത് എന്ന് തോന്നിപ്പിച്ചവര് മനുഷ്യന്റെ ഖബറാണ് നബിയേ. അതുകൊണ്ട് നബിയേ, നമുക്കവിടെ എന്ന് പോയി ദുആ ചെയ്താലോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട തോയനാകുന്ന ഉമറിനോട് ആ ഖബർസ്ഥാനിൽ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുട്ടുകുത്തിയിരുന്ന് യാസീൻ ഓതി ദുആ ചെയ്തപ്പോഴും ആ കരച്ചിൽ അവിടെ അവസാനിക്കുന്നില്ല. ഖബറിന്റെ അകത്തളത്ത് ആളിക്കത്തുന്ന തീനാളങ്ങൾ അവസാനിക്കുന്നില്ല, കെട്ടുപോകുന്നില്ല. വേദനയോടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, ഈ മനുഷ്യൻ ചെയ്ത തെറ്റ് വല്ലതുമുണ്ടോ? കുറ്റങ്ങളും കുറവുകളും വല്ലതുമുണ്ടോ? ഈ മനുഷ്യൻ ചെയ്തു പോയ വേണ്ടാധീനങ്ങൾ വല്ലതുമുണ്ടോ? ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, മുത്തുനബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഈ മനുഷ്യൻ അത്രയും നല്ല നിഷ്കളങ്കയാണ്, അത്രയും നല്ല മനുഷ്യനാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ? നിറകണ്ണുകളോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മനുഷ്യനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന മനുഷ്യനാരാ? ഇയാളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? അല്ലാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഉമർ പറഞ്ഞു, ഇയാളുടെ ഭാര്യയാണ് നബിയേ. ഇയാളുടെ ഭാര്യ അല്ലെ, ഒരു മനുഷ്യന്റെ എല്ലാവിധ രഹസ്യങ്ങളുടെ കലവറയുടെ കാത്തു സൂക്ഷിപ്പുകാരി നിന്റെ ഭാര്യ. എന്തറിയാലോ ഉസ്താദ്? എല്ലാം അറിയാത്തവരുണ്ടത് എന്തറിയാലോ. നാളെ ദാമ്പത്തിക ജീവിതത്തിനെ കുറിച്ചാണ്. നമ്മുടെ മക്കള് ഹലാക്കാവാനും നമ്മുടെ മക്കൾ മോശപ്പെടാനും ഫസ്റ്റ് നിങ്ങൾ നന്നാവണം. ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ രണ്ടാളുടെ കടപ്പാടുകളെ കുറിച്ച്, ശിഥിലമാകുന്ന ബന്ധങ്ങളെ കുറിച്ച് വിവരിക്കുക. കൃത്യമായ ആരംഭക്കാലത്തിന്റെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നാർക്ക് ബുദ്ധിമുട്ടായിട്ടില്ലല്ലേ? അല്ല, അൽഹംദുലില്ലാഹ്. നാളെ ഇതുപോലെ ആളുണ്ട്, ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഫസ്റ്റ് അല്ലേ? ചിലപ്പോൾ ഫസ്റ്റിന് എന്നാ നോക്കാം ഉസ്താദിന്റെ വാദം എങ്ങനെ ഉണ്ട്. ചില ആളെ ദൂതന്മാരായിട്ട് അയച്ചിട്ടുണ്ടാവും, നല്ലുണ്ടോ ചിലണ്ട്. നാളെ വരെ നാളെ എന്തായാലും ആളുണ്ടാവും. അതിങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ഞാൻ ദ്വീപിലേക്ക് വാഴതിന് പോയപ്പോൾ ഫസ്റ്റ് ദിവസം ഇങ്ങനെ കുറച്ച് ആളുണ്ടാവും, പിറ്റേ ദിവസം നമ്മൾ വാഴത് കേട്ടിട്ട് ആൾ വരുന്ന ഉസ്താദ്. എന്തായാലും അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പൊ എന്തായാലും നാളെയും കൃത്യമായ സമയത്ത് തന്നെ വരണം. നാളെ എന്തായാലും ഞായറാഴ്ച അല്ലേ, എനിക്ക് തിരക്കില്ല. ടൂറിന്ന് പോയിട്ടുണ്ട്, ഇപ്പൊ പോകേണ്ട സാഹചര്യമല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് വാഴതിന്റെ വേദികളിലേക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഭാര്യയാണ് ഒരു മനുഷ്യന്റെ രഹസ്യങ്ങളുടെ കാത്തു സൂക്ഷിപ്പുകാരി, ഒരു ഭർത്താവിന്റെ രഹസ്യങ്ങളുടെ കാത്തു സൂക്ഷിപ്പ്. ഓക്കെ, എല്ലാവരും. പക്ഷെ നമ്മൾ 100 കൊല്ലം നമ്മുടെ ഭാര്യന്റെ അടുത്ത് ജീവിച്ചാലും കണ്ടുപിടിക്കുക ഒന്നും പറ്റില്ല. അതുകൊണ്ടല്ലേ 16 വയസ്സുള്ള തന്റെ മകളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം 36-കാരിയായ കണ്ണൂരിന്റെ പെണ്ണ് ഒളിച്ചോടി പോയത്? ഭർത്താവ് വിശ്വസിച്ച് അന്ധമായിട്ട് വിശ്വസിച്ചു. എന്റെ ഓള് നല്ല പെണ്ണ്, ഒരു കണ്ണെപ്പോഴും പാടും ഭാര്യമാർ. അല്ല ഉസ്താദ്, ആരെ വിശ്വസിക്കണ്ട? സ്വന്തം തടിനെ വിശ്വാസം ഇല്ലാത്ത ലോകം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല എല്ലാം പറയാം. ഭാര്യയുടെ അടുത്ത് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ വിളംബരം ആ പെണ്ണിനോട് അറിയിക്കുകയാണ്. റസൂലുള്ള അങ്ങനെയല്ലേ, എല്ലാ കാര്യങ്ങളിലും മുത്തുനബിക്ക് ഒരാളെയും വേദനിപ്പിക്കാൻ, ഒരാളെയും വിഷമിപ്പിക്കാനും മനസ്സില്ലാത്ത പുന്നാരമുത്ത് കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുള്ളാഹി കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുള്ളാഹി തമായുദിച്ച നൂറേ ഹബീബ് നജിയുള്ളാഹി മരുഭൂമിൽ കരുളത്തൻ മലർവാടി വിളിച്ച ഗുരുഭൂതർ ജനിച്ചിടുന്നേ. കരകനകഥനത്തിലലയുന്ന മനുഷ്യർക്ക് അറിവിന്റെ കുളിർമഴ ചൊരിഞ്ഞിടുന്നേ. കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളംബരം ആ പെണ്ണിനോട് അറിയിക്കുകയാണ്. ആ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ,
നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ മദീന പള്ളിക്കാട്ടിൽ ഇങ്ങനെ അദാബുകളെ കൊണ്ട് പുലയുകയാണ്. വളരെയേറെ വേദനാജനകമായ കത്തുന്ന തീനാളത്തിന്റെ കത്തളത്ത് വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണേ, പ്രിയപ്പെട്ട പെണ്ണേ, എന്താ അയാള് ചെയ്ത തെറ്റ്, എന്താ അയാള് ചെയ്ത മോശത്തരം? ആ പെണ്ണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട തങ്ങളെ, എന്റെ ഭർത്താവ് അത്രക്കാരനല്ല തങ്ങളെ, അതെന്റെ ഭർത്താവിന്റെ ഖബറാവാന് സാധ്യതയില്ല തങ്ങളെ. ജീവിതത്തിൽ രഹസ്യവും പരസ്യവും ഒരുപോലെയുള്ള മനുഷ്യനാണ്. അല്ലാഹുവേ പടച്ചവനെ, എത്ര പേർക്ക് നമ്മുടെ കൂട്ടത്തിൽ പറയാൻ പറ്റും? ഈ വാള് പറയുന്ന അബ്ദുൽ കരീം പരസ്യത്തിലുള്ളതുപോലെ രഹസ്യത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ? ഒരാളുടെ കോലം കണ്ടുകൊണ്ട് വിരവ് കിട്ടാൻ കഴിയുന്ന കാലമല്ല ഇത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യ, ഒരു മനുഷ്യന് കിട്ടേണ്ട ക്രെഡിറ്റ് നിനക്ക് നാട്ടുകാരല്ല അംഗീകാരം തരേണ്ടത്. ഈ നിൽക്കുന്ന അബ്ദുൽ കരീം ഫൈദിക്ക് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയല്ലേ അംഗീകാരം തരേണ്ടത്. ഇവിടെ കുറച്ചു കാലം ഉണ്ടാവും, പിന്നെ നമ്മൾ മറ്റൊരു മഹല്ലത്തിൽ ചാടും. എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടുകാരല്ല. നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും, നിങ്ങൾ എത്ര സഹിച്ചാലും, എനിക്ക് ആദ്യമായി കിട്ടേണ്ട ക്രെഡിറ്റ് എന്റെ ഭാര്യയിൽ നിന്നാണ്, എന്റെ പ്രിയപ്പെട്ടവളിൽ നിന്നാണ്. നിങ്ങൾക്കും അതുപോലെ നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നീ നല്ലവനെന്ന് പറഞ്ഞാൽ നീ നല്ല മനുഷ്യനെന്ന് ഉറപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ പറയുകയാണ്, ഇല്ല തങ്ങളെ, അതാരോ ആയിരിക്കും തങ്ങളെ. കാരണം എന്ത്? എന്റെ ഭർത്താവ് അത്രക്കാരനല്ല, മോശപ്പെട്ടവനല്ല. പാതിരാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ഓടിപ്പോയ മനുഷ്യനാണ്. പിന്നെ എങ്ങനെയാണ് തങ്ങളെ ഒരു തെറ്റുമില്ലാത്ത എന്റെ ഭർത്താവിനെ മദീന പള്ളിപ്പറമ്പിൽ വെച്ച് ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ ഓടിപ്പോയില്ല. ഹളറത്തി റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞു, നബിയേ, നബിയേ, ഇതൊരു നല്ല മനുഷ്യനാണ് നബിയേ. അള്ളാന്റെ റസൂല് വീണ്ടും പോയി ദുആ ചെയ്തു. ഇല്ല, ആ കത്തിയാളുന്ന തീനാളം കെട്ടുപോകുന്നില്ല. ആ വേദന കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവിടെ നിന്ന് മറഞ്ഞു പോകുന്നില്ല. ഖബറിന്റെ കത്തളത്തിന്റെ പ്രിയപ്പെട്ടവരെ, പിടയുകയാണ്, പിടയുകയാണ്. അത് നമുക്ക് കേൾക്കാനുള്ള ശക്തിയില്ലല്ലോ. അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട തോഴനായ ഉമറിനെ വീണ്ടും അയച്ചു. ആ പെണ്ണിനോട് ഒരുപാട് വിചിന്തനം നടത്താൻ പറയണം. അയാൾ എത്ര നല്ല ഇബാദത്ത് ചെയ്ത മനുഷ്യനാണെങ്കിൽ പോലും, രാപ്പകൽ വേദമന്നെ അള്ളാനെ പേടിച്ചയാളായാല് പോലും ആ പെണ്ണിനോടും കുറെ നേരം വിചിന്തനം നടത്താൻ പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിന്റെ അടുത്തോടി, ആ പെണ്ണിന്റെ അടുത്തോടി എന്നിട്ട് പറഞ്ഞു, പെണ്ണേ, വിചിന്തനം നടത്തു പെണ്ണേ, ചിന്തിക്കണം എന്റെ മുട്ടത്തോടിയിലുള്ള മുസ്ലിമേ. ഒരുപാട് ഞാൻ നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്റെ പെങ്ങളെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രിയപ്പെട്ട അവിടത്തെ പെണ്ണ് പറയുന്ന അവസാനം ഓർമ്മ വരുന്നു, തങ്ങളെ, എന്റെ ഭർത്താവുണ്ടല്ലോ മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ല, ഒരുപാട് മാസങ്ങൾക്ക് മുമ്പല്ല, ഒരുപാട് ആഴ്ചകൾക്ക് മുമ്പല്ല, മരിക്കുന്ന 4 ദിവസത്തിന്റെ മുമ്പുണ്ടല്ലോ തങ്ങളെ, തന്റെ അയൽവാസിയായ ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് പിണങ്ങിക്കിടന്ന് പൊരുത്തപ്പെടിക്കാതെ മരിച്ചു പോയതാണ് തങ്ങളെ. ചെറിയ വാക്തർക്കമുണ്ടായി, ചെറിയ പ്രശ്നമുണ്ടായി, ചെറിയ ഇടപെടലുകളിൽ അവിടെ അപാകതകളുണ്ടായി. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശുഐബ് എന്ന് പറയുന്ന മനുഷ്യനോട് മരിക്കുന്ന 4 ദിവസം മുമ്പ് വരെ റാഹത്തായിരുന്നു, സന്തോഷകരമായ നല്ല ചുറ്റുപാടിലായിരുന്നു. പക്ഷേ ആ പ്രിയപ്പെട്ട ശുഐബിനോട് മരിക്കുന്ന 4 ദിവസങ്ങൾക്ക് മുമ്പ് ചൊടിച്ചു പോയി പ്രിയപ്പെട്ട ഉമറേ. ഉമറിനിത് മതി, ഉമറിനിത് മതി. ഓടി വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തേക്ക് ഓടി വന്നുകൊണ്ട് പറയാട്, പ്രിയപ്പെട്ട മുത്തനബിയേ, ഈ മനുഷ്യനുണ്ടല്ലോ ഒരു അപാകതകളും ചെയ്തവനല്ല. അയാളുടെ
ഭാര്യ ആൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു നബിയേ. പിന്നെ അയാൾ ചെയ്തു പോയ തെറ്റെന്തെന്നറിയോ? തന്റെ അയൽവാസിയായ ശുഐബിനോട് മരിക്കുന്ന 4 ദിവസത്തിന്റെ മുമ്പ് പിടങ്ങിക്കിടന്നവര് തെറ്റല്ലാതെ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല തങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നേരെ ശുഐബിന്റെ അടുത്ത് പോ, ശുഐബിനെ വിളിച്ചു കൊണ്ടുവാ. അങ്ങനെ റസൂലുള്ള പ്രിയപ്പെട്ട ഉമറിനെ പറഞ്ഞേച്ച് ശുഐബിനെ വിളിച്ചു വരുത്തി. ശുഐബ് വന്ന് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ശുഐബേ, ആ മനുഷ്യനെ നിനക്കറിയാമോ ശുഐബേ? ശുഐബ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മരിക്കുന്ന 4 ദിവസം മുമ്പ് എന്നോട് പിണങ്ങിക്കിടന്ന അയൽവാസിയാണ്. റസൂലുള്ള വെച്ച ഡിമാൻഡ് എന്തെന്നറിയോ? നീ ആ മനുഷ്യന് പോയി പുറത്തു കൊടുത്ത് മനസ്സുരുകി ഒരു യാസീനോദി ദുആ ചെയ്താൽ നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. പ്രിയപ്പെട്ട ശുഐബ്, നിനക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം ശുഐബ്. ഇത് കേട്ടപ്പോ ശുഐബ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ ധിക്കരിക്കൂല നബിയേ, ഞാൻ പോവാം നബിയേ. റസൂലുള്ള മുട്ടുകുത്തിയിരുന്ന് സലാം പറഞ്ഞ് യാസീനോദി ദുആ ചെയ്ത് അണഞ്ഞു പോവാത്ത തീനാളമുണ്ടല്ലോ, ഖബറിന്റെ അകത്തളത്ത് പൊട്ടിക്കരച്ചിലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് വലിയ ആലിമല്ല, ആബിദല്ല, സൂഫിയല്ല, പ്രവാചകനല്ല. ഒരു സാധാ പണിക്കാരനാണ്, ഒരു തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരനാണ്. ശുഐബ് അങ്ങോട്ട് യാസീനോദി പുറത്തു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പോലും ദുആ ചെയ്തവിടുന്ന് കെട്ടുപോവാത്ത തീനാളം കെട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേങ്ങിക്കരച്ചൽ അവിടുന്ന് അവസാനിച്ചു പോവാത്ത ആ തേങ്ങിക്കരച്ചല്ലേ ശുഐബിന്റെ പ്രാർത്ഥന കൊണ്ട് അവസാനിച്ചപ്പോ ഖബറിൽ നിന്നൊരു വാക്ക് വരികയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, നബി അങ്ങേക്ക് സലാമാണ് നബിയേ. ഒരുപാട് വർഷങ്ങളായി നബി അദാബിന്റെ അകത്തളത്ത് എത്രയോ ഇബാദത്ത് ചെയ്ത ഞാനുണ്ടല്ലോ. തിന്മ ചെയ്തത് കൊണ്ടല്ല, കള്ളു കുടിച്ചത് കൊണ്ടല്ല, പെണ്ണ് പിടിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, നിസ്കാരം കളാക്കിയത് കൊണ്ടല്ല നബിയെ, ഞാൻ എല്ലാ ഇബാദത്തുകളും ചെയ്ത് സ്വർഗീയ അനുഭൂതികൾ അനുഭവിക്കാൻ വേണ്ടി പുഞ്ചിരിയോട് കടന്നു വന്ന എനിക്ക് എന്റെ ശുഐബിനോടുള്ള 4 ദിവസത്തിന്റെ പിണക്കമുണ്ടല്ലോ നബിയേ, അതെനിക്ക് അവിടുന്ന് തുണയാവാതെ വിണയായി നബിയേ. ജസാകല്ലാഹു അന്നി ഖൈറൽ ജസാ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ഒരുപാട് ആരാധനകൾ ചെയ്തിട്ട് കാര്യമില്ല, ഒരുപാട് നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല, ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ഇബാദത്ത് കൊണ്ട് പടച്ചവന്റെ സ്വർഗവും പൊരുത്തവും പ്രീതിയും നേടുമെന്ന് വിചാരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുട്ടത്തോടിയിലുള്ള മുസ്ലിം ഉമ്മ, എന്റെ പ്രിയപ്പെട്ട മുട്ടത്തോടിയിലുള്ള കാരണവന്മാരെ, നിന്റെ അയൽവാസിയുടെ പൊരുത്തം നീ പിടിച്ചു പറ്റണം. നിന്റെ അയൽവാസിയുടെ വേദനക്ക് നീ അവിടെ നിന്ന് ഇണയാകണം. നിന്റെ പാവപ്പെട്ട അയൽവാസിയുടെ എല്ലാ കാര്യത്തിനും നീ തുണയാവണം. പിണങ്ങിക്കിടക്കല്ലേ, അവരോട് വൈരാഗ്യം കാണിക്കല്ലേ, അവരോട് ദേഷ്യപ്പെടല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, വർഗീയ ഫാസിസ്റ്റ് ശക്തികള് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാനും നാട് കടത്താനും തുണിഞ്ഞിറങ്ങുന്നത് നമ്മുടെ ഐക്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, നമ്മുടെ പരസ്പരം ബന്ധങ്ങളെ തകർന്നത് കൊണ്ടാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എന്റെ പ്രിയപ്പെട്ടവരെ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് പാതിരാത്രിയുടെ മറവിലും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ നടുറോട്ടിലിട്ടുകൊണ്ട് സായാഹ്ന സന്ധ്യയടക്കം നട്ടുച്ചക്കടക്കം പാവപ്പെട്ട മുസ്ലിമിനെ മർദ്ദിച്ചടിച്ചു കൊല്ലാ അവർക്ക് ധൈര്യം തോന്നിയത് നമ്മുടെ ഐക്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നമ്മുടെ മനസ്സിന്റെ എല്ലാവിധ വേദനകളും വിഷമങ്ങളും വെറുപ്പുകളും പാവപ്പെട്ട അയൽവാസിയോടും കുടുംബത്തോടും ഞങ്ങൾ സമ്പാദിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഐക്യം തുടങ്ങേണ്ടത് നമ്മുടെ അയൽവാട്ടത്തിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ്, നമ്മുടെ പരിസരങ്ങളിൽ നിന്നാണ്. അങ്ങനെ നിൽക്കുമ്പോ ഈ നാട് സുദൃഢമായ നാടാണ്, മറ്റുള്ള മഹല്ലുകൾക്ക് മാതൃകാപരമായ നാടാണ്. മറ്റുള്ളവർക്ക് ഇത് കേൾക്കാനും കൊതിക്കാനും ഇങ്ങനെയുള്ള ഒരു മഹൽ ആഗ്രഹിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ കൊതിച്ചു പോകുന്ന ഒരു വീട് വിട്ടു പോകുമ്പോ അല്ലാഹ് ഇങ്ങനെ
ഇങ്ങനത്തെ ഒരു അയൽവാസി എനിക്ക് കിട്ടുമോ റബ്ബേ, എന്റെ അയൽവാസിക്ക് വില കിട്ടാൻ പറ്റുമോ റബ്ബേ എന്ന് മനസ്സിന്റെ അകത്തളത്ത് വെന്തുരുകുന്നവരെ അയൽവാസിയാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ തുണയാവണേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഈ പറയുന്ന കടപ്പാടുകളെയും ബാധ്യതകളെയും പാലിച്ചവരുണ്ടല്ലോ, ഈ പറയുന്ന കടപ്പാടുകളെയും ബാധ്യതകളെയും അനുസരിച്ചവരുണ്ടല്ലോ, നാളെ മുട്ടത്തോട് വള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് 12 വിഭാഗമായിട്ട് ഇവിടെ എഴുന്നേൽക്കും മുസ്ലിമേ. ഒന്നല്ല രണ്ടല്ല പഠിച്ചവരെ, ഇസ്രാഫീലിന്റെ സൂഹർ എന്ന കാഹളത്തിൽ ഊതുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇട്ടതുപോലെ അല്ലാഹ് പഠിച്ചവരെ നമ്മുടെ പള്ളിമുറ്റത്തിൽ നിന്നല്ലേ ഇപ്പൊ എങ്ങനെയാണോ അന്ന് വെച്ചത് അതുപോലെ ഊത്തവരെ മയ്യത്തായി കിടക്കാൻ കഴിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കും അതുപോലെ ഞാൻ എഴുന്നേൽക്കുമില്ല മുസ്ലിമേ. 12 വിഭാഗമായി എഴുന്നേൽക്കും. അതിൽപ്പെട്ട ഒരു വിഭാഗം 14-ാം രാത്രിയിലെ പൂർണ്ണ പ്രഭയുള്ള ചന്ദ്രനെ പോലെ നാളെ ഒരു വിഭാഗം പടച്ചവരെ മുട്ടത്തോടി പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആ ഭാഗ്യവാനാക്കി ഞങ്ങളെ നീ മാറ്റണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവർ ആരാ? ആമീൻ പറഞ്ഞാ പോരാ മുസ്ലിമേ. ആരാണെന്നറിയോ? മാതാപിതാക്കളുടെ കടപ്പാട് പാലിച്ചവനെ കുറിച്ചല്ല, മക്കളെ പൊന്നു പോലെ നോക്കിയവനെ കുറിച്ചല്ല, ഭാര്യ ഭർത്തൃബന്ധം ശുദ്ധമാക്കിയവനല്ല, മറിച്ച് അയൽവാസിയുടെ കടപ്പാട് പാലിച്ചവൻ നാളെ പ്രത്യേക കോലത്തിൽ പടച്ചവന്റെ അടുത്ത് പോകുമ്പോ അതേ സമയത്ത് അയൽവാസിയുടെ കടപ്പാട് പാലിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവനെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ. ഖബറിൽ നിന്ന് ഇസ്രാഫീൽ ഊതുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ പടച്ചവനെ അവന് 2 കൈകളില്ല, 2 കാലുകളില്ല, തവളെ പോലെ ഇഴയുകയാണ്. ഇഴഞ്ഞിഴഞ്ഞുകൊണ്ട് 3000 വർഷം സഞ്ചരിക്കേണ്ട ആഖിറത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പോകേണ്ടി വരും. ആരെ കുറിച്ചായി പറയുന്നത്? ബന്ധങ്ങളെ തെറ്റിച്ചവർ, അയൽവാസി വേദനിപ്പിച്ചവർ, പരസ്പര ബന്ധങ്ങളെ തുരുത്തിരിഞ്ഞവർ, പാവപ്പെട്ട അയൽവാസി വേദനിപ്പിച്ചവരെ വിഷമിപ്പിച്ചവരെ കുറിച്ചാ. അതുകൊണ്ട് അല്ലാഹുവേ, നിങ്ങളുടെ അയൽവാസികളുടെ കടപ്പാടുകളെയും ബാധ്യതകളെയും പാലിക്കാൻ, പാവപ്പെട്ട അയൽവാസികളുടെ പൊരുത്തം നേടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്.